Hello guys, welcome back to the podcast. അല്ലെങ്കിൽ welcome to the podcast. വെൽക്കം ഗൈസ്, വെൽക്കം ബാക്ക്. സോ നിങ്ങൾ ആദ്യമായിട്ടായി പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഐഡിയാസ്, അതേപോലെ കോൺട്രവേഴ്ഷ്യൽ പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ്, ടോപ്പിക്സ്, റിയൽ വേൾഡ്, ഹിഡൻ ഓർഡേഴ്സ്, എജൻഡ, മെയിൻ സ്ട്രീം മീഡിയ കവർ ചെയ്യാത്ത, മെയിൻ സ്ട്രീം മീഡിയ നിങ്ങളെ അറിയിക്കേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ കുത്തിപ്പോയി കൊണ്ടുവരുന്ന ഒരു ചെറിയ കുഞ്ഞു ചാനലാണ്. ആൻഡ് എന്താ പറയാനുള്ള വെൽക്കം. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൈജസ്റ്റബിൾ ആയിരിക്കില്ല. പക്ഷേ എപ്പോഴും ഞങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങളെ തെറി വിളിക്കാം, തത്തിക്ക് വിളിക്കാം, പക്ഷേ ഞങ്ങൾ തെറ്റാണെന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ഞങ്ങളുടെ മോട്ടോ വെച്ച് തുടങ്ങുമ്പോൾ വി ഹോപ്പ് വി ആർ റോങ്. കാരണം നമ്മൾ പറയുന്ന എല്ലാം നിങ്ങൾക്ക് പിടിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം, ബിലീവ്സ്, നിങ്ങളുടെ ദൈവങ്ങൾ, നിങ്ങളുടെ സത്യങ്ങൾ, നിങ്ങൾ വായിക്കുന്ന ടെക്സ്റ്റുകൾ, ഇതെല്ലാം ചിലത് ശരിയാണെന്നും ചിലത് തെറ്റാണെന്നും അടുത്ത ദിവസം ഞങ്ങൾ അത് തെറ്റാണെന്നും ഇത് ശരിയാണെന്നും ഒക്കെ വരുന്ന തിയറീസ് ഇവിടെ കൊണ്ടുവന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതോ കാണുന്നതോ മാത്രമല്ല, ലോകത്ത് വേറെയും പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇതൊരു ബിറ്റർ സോർ ചാനലാണ്. നിങ്ങൾക്ക് ആദ്യമൊന്നും പിടിക്കത്തില്ല, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന്. ഒരു ഓപ്പൺ പെർസ്പെക്റ്റീവ് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഗൈസ്, എനിക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു വലിയ കാര്യം പറയാനുണ്ട്. താങ്ക് യു ലോട്ട് ഓഫ് പീപ്പിൾ ഫോർ കോൺട്രിബ്യൂട്ടിങ് അസ് വിയ സൂപ്പർ ചാറ്റ്. കറക്റ്റ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് നമുക്ക് 100 രൂപ, 50 രൂപ, 40 രൂപ 3-4 പേര് വെച്ച് എന്താണെന്നറിയത്തില്ല. കാരണം അവരത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം ലൈക്ക് അവർ ലിസൺ ചെയ്തിട്ട് അവരുടെ മനസ്സിലത് കിടക്കുക. ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ അത് അടച്ചു വെച്ചിട്ട് പോകും. പക്ഷേ അതെൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, അത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തവർക്ക്, അല്ലെങ്കിൽ ഇത് ഇത്ര എഫേർട്ട് ഇട്ടവർക്ക്, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്ന കുറച്ച് ബുദ്ധ മനുഷ്യന്മാരെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു. ലൈക്ക് താങ്ക് യു. അതേപോലെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഹാർഡ് ഏൺ മണി ഞങ്ങളുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് വി ഗെറ്റ് യു ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, 3-4 പേര് ഇന്ത്യക്ക് വെളിയിൽ നിന്നൊക്കെ ലൈക്ക് സ്മോൾ കോൺട്രിബ്യൂഷൻസ് ചെയ്തു. ഓസ്ട്രേലിയക്കാർ, എല്ലാം മലയാളികളാണ്, ഓസ്ട്രേലിയക്കാർ, UAE-ക്കാർ. അപ്പോൾ അവരൊക്കെ ഇത് കാണുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ കോൺട്രിബ്യൂഷൻസും ചാറ്റ്സും ഒക്കെ വരുന്നത് കമൻറ്റിനകത്ത് രാത്രി 4 മണി 3 മണിയൊക്കെയാണ് അവിടുത്തെ സമയങ്ങളിൽ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് ഇതെല്ലാം നോക്കി. അപ്പോൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്നെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കുക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെ കാണുന്നതിൽ എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അതേപോലെ എനിക്ക് വേറൊരു മെസ്സേജ് ഒരു ചേച്ചി അയച്ചായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു, നമ്മൾ ഫ്രൈഡേ നൈറ്റ്സ് ഇറഗുലർ ആയിട്ട് ടൈം അപ്ലോഡ് ചെയ്യല്ലേ, എന്റെ ക്യൂരിയോസിറ്റിയുടെ കുരു പൊട്ടുന്നു. ഞാൻ കറക്റ്റ് കൺസിസ്റ്റ് ആവാൻ നോക്കാം. എങ്ങനെയായാലും 8 മണി എന്നൊരു മൈൻഡിൽ മാർക്ക് വെച്ചോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഗൈസ്, ഇപ്പോൾ ചെറിയ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇഷ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് എന്തായാലും നമ്മൾ മാക്സിമം കൺസിസ്റ്റന്റ്. ഞങ്ങൾ 5:30-കൊക്കെ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മളുടെ സാങ്കേതിക വിദ്യകളുടെ ലിമിറ്റേഷൻസ് കൊണ്ട് നമ്മളിപ്പം ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉള്ള സാധനം എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ മറ്റേ എക്സ്പോർട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അത് അടിച്ച് അത് വരാൻ തന്നെ 1-2 മണിക്കൂർ എടുക്കും. സോ എന്തായാലും നമുക്ക് ലെറ്റ്സ് ഗോ ഇൻ ടു ടുഡേയ്സ് ന്യൂസ് സെഗ്മെന്റ്. ന്യൂസ് സെഗ്മെന്റിൽ ആദ്യമേ തന്നെ ഒറ്റ വാർത്ത കേരളത്തിൽ കവർ ചെയ്യാത്ത ആദ്യത്തെ വാർത്ത ആയിരിക്കും. ഒറ്റ ചാനൽ കവർ ചെയ്തിട്ടില്ല, ഒറ്റ സ്മോൾ മീഡിയ കവർ ചെയ്തിട്ടില്ല, ഒന്നും കവർ ചെയ്യാത്തൊരു സാധനം എന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ട്. അങ്ങനെ 2 എണ്ണം ഉണ്ട്. പക്ഷെ എനിക്ക് ആദ്യം ഒരെണ്ണം നല്ലൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയാം. നമ്മുടെ UP-യിൽ 500 ഏക്കറോളം യോഗിയുടെ ഗവൺമെന്റ് എന്താ പറയാ, ഒരു ജപ്പാൻ സിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് കൊടുക്കുക. ഇന്നലെ ആയിട്ടും ഏകദേശം 200ഓളം പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് ഫാക്ട് ചെക്ക് ചെയ്യുക. 200+ CEOs മെനഞ്ഞാന്ന് ലാൻഡ് ചെയ്തിരുന്നു. ലാൻഡ് ചെയ്തിട്ട് ഇവർ ഇൻവെസ്റ്റ്മെന്റ് ആണ് കൊണ്ടുപോയത്. എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ ഒരു ജാപ്പനീസ് സിറ്റി അവരുണ്ടാക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സിറ്റി അല്ലെങ്കിൽ കൊച്ചി സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ജാപ്പനീസിൻ്റെ ഒരു പേര് പറഞ്ഞ് ജാപ്പനീസ് സിറ്റീസും ജാപ്പനീസ് കമ്പനീസ്, ജാപ്പനീസ് ഫുഡ്, ജാപ്പനീസ് ഷോപ്പിംഗ് മാള്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഹബ്ബുകൾ, അത് കൂടാതെ എന്താ പറയുന്നത്, വേറെ രാജ്യത്തൊക്കെ വന്ന് ജാപ്പനീസ് കൾച്ചർ ആസ്വദിക്കാനും വരാനുള്ള നല്ല പൂത്ത കാശുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ. ലൈക്ക് നമ്മളുടെ എക്കോണമിയിൽ ജാപ്പനീസ് എന്താ പറയുന്നത് ഡോളേഴ്സ് അല്ലെങ്കിൽ കറൻസി വരാൻ പോവാണ്. അപ്പം അത് ഒരു സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ആണെന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. കേന്ദ്ര സർക്കാരിനൊന്നും അതിൽ യാതൊരു കാര്യമില്ല.
ഇവിടുന്ന് നമ്മുടെ പിണറായി വിജയൻ പോയി ഇപ്പം അമേരിക്കയിൽ പോയി വാഷിങ്ടണിനെ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് വലിയൊരു വാർത്തയാവും ഇവിടെ. പക്ഷേ യു പിയിൽ ഇത് ചെയ്തപ്പോൾ ഒരു വാർത്തയായില്ല. അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാത്ത വേറൊരു കാര്യമാണ് നമ്മളുടെ വി രാജേഷ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ മേയർ യു എസിൽ പോയിട്ട് ഇവിടെ ഒരു സ്മോൾ വില്ലേജ് അമേരിക്കൻ സിറ്റിസണിന് അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് ഒരു സ്മോൾ വില്ലേജ് ട്രിവാൻഡ്രത്ത് തുടങ്ങാൻ പോവാണ്. ഈ യു പി ഗവൺമെന്റ് എന്താണോ ചെയ്യുന്നത് അതിന്റെ സ്മാൾ സ്കെയിലിൽ ഇയാള് ചീഫ് മിനിസ്റ്റർ ഒന്നും അല്ല, ചെറിയൊരു മേയറാണ് ഒരു കോർപ്പറേഷന്റെ. അപ്പം ഇതിവിടെ വരാൻ പോവാണ്. കുറെ പേപ്പറും ഡീലും സൈനും ഒക്കെ ആവുന്നുണ്ട്. അപ്ഡേറ്റ്സ് ഒന്നും വാർത്തകളിൽ വരുന്നില്ല. അതുകൊണ്ട് നമുക്കും ലിമിറ്റഡ് ഇൻഫർമേഷൻ. അതിനകത്ത് വേറെ കാര്യം എനിക്ക് വി രാജേഷിന്റെ റെസ്പെക്ട് തോന്നിയ പുള്ളിക്കാരൻ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ പോയിട്ട് അവിടുത്തെ 3 കോർപ്പറേഷൻസിനായിട്ട് മീറ്റിംഗ് കണ്ടു വെച്ച് ഒന്ന് വേസ്റ്റ് മാനേജ്മെന്റ്, ഡ്രെയിനേജ് ആൻഡ് വേസ്റ്റ് റീസൈക്കിൾ. ഇത് പുള്ളി അമേരിക്കയിൽ പോയതോ പുള്ളി ഇത് ചെയ്യുന്നുണ്ടെന്നോ അമേരിക്കൻ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രിവാൻഡ്രം ഇപ്പം കഴക്കൂട്ടം അല്ലെങ്കിൽ തമ്പാനൂരൊക്കെ കഴിഞ്ഞ് പുതിയൊരു ന്യൂ ഹാംഷർ എന്ന് പറഞ്ഞൊരു വില്ലേജ് വരും. അവിടെ ഫുൾ അമേരിക്കൻസ് ആയിരിക്കും, അമേരിക്കൻ സ്ട്രീറ്റ്സ് ആയിരിക്കും, അമേരിക്കൻ ബർഗേഴ്സും അമേരിക്കൻ മാനുഫാക്ചറിങ്ങും കാറുകളും ഒക്കെ വരാൻ പോവാണ്. നമ്മുടെ ഇക്കോണമി ഡൈവേഴ്സ് ആക്കാൻ വേണ്ടി നോക്കാം. അടുത്തൊരു മാസ് ന്യൂസിലേക്ക് പോവാം. നമ്മുടെ വിജയണ്ണൻ ഒരു പുതിയ ഓർഡർ രാവിലെ പാസ്സാക്കി. ഒരു കാര്യം ഞാൻ തുടക്കം പറയാം, എനിക്ക് വിജയണ്ണനെ ഇഷ്ടമല്ലായിരുന്നു. വിജയണ്ണൻ എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല, പക്ഷെ വിജയണ്ണ മാസാണ്. വിജയണ്ണ CM ആയിട്ട് മച്ചാ മാസാ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പുള്ളിക്കാരൻ പുതിയ ഓർഡറൊക്കെ ഇട്ട് CJP പ്രൊട്ടസ്റ്റ് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഈസ് കംപ്ലീറ്റ്ലി ബാൻഡ് ഇൻ തമിഴ്നാട്. അങ്ങനെ പോയാൽ അതിന്റെ പഠിത്തവും മുടങ്ങുന്നതിന്റെ ഒരു കേസും വീഴും. എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ നിയമമല്ല, പുള്ളി എല്ലാ ഹെൽത്ത് മിനിസ്റ്റേഴ്സിനും ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനും കോളേജിലും എല്ലാം അയാൾ നോട്ടീസ് അയച്ചു. കാരണം CJP പ്രൊട്ടസ്റ്റിന്റെ പുറവിൽ ടെററിസം, ഡ്രഗ് ഡീലിംഗ്, റേപ്പിസ്റ്റുകൾ. കാരണം 500 പേര് CJP പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ 420 പേരും റേപ്പിസ്റ്റുകളും മർഡർ കേസിലെ ആളുകളും ആൻറ്റി നാഷണൽസും വീട്ടിൽ ബോംബ് ഒളിപ്പിച്ച് വെക്കുന്നവരുമാണുള്ളത്. അപ്പോൾ അത് തടയാനും നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്യൂരിറ്റി വരാനും പിന്നെ അൺനെസസറി ആയിട്ട് പുള്ളി തന്നെ പറഞ്ഞതാണ് ചില സ്റ്റേറ്റുകളിലെ കാര്യങ്ങൾ മാത്രം ഇവർ ഏറ്റെടുക്കുന്നു, ചില സ്റ്റേറ്റിലെ കാര്യങ്ങൾ ഇവർ ഏറ്റെടുക്കുന്നില്ല. ഇതൊരു അജണ്ട റിട്ടൺ ഇതാണെന്ന് ചീഫ് മിനിസ്റ്റേഴ്സ് ആണ് പറയുന്നത്. ഞങ്ങൾ കോൺസ്പിറസി തിയറിസ്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് അമ്മാതിരി നാടകം ഇവിടെ വേണ്ട എന്ന് പുള്ളി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെതിരെ ഭയങ്കര ഇതൊക്കെ വന്നു. നോട്ടീസ് ടുവേർഡ്സ് ഈവനിങ് ആയപ്പോൾ തന്നെ വിഡ്രോൺ ചെയ്തു. കാരണം വിഡ്രോൺ അല്ല, ആ നോട്ടീസ് റിലാക്സ് ചെയ്തു. പുള്ളിക്ക് പൊളിറ്റിക്കൽ പ്രഷർ, പിയർ പ്രഷറും കാര്യങ്ങളും എന്തും വിജയണ്ണ മാസ. ഇനി എനിക്ക് കേരളത്തിലെ മീഡിയയുടെ പരച്ചെറ്റകളാന്ന് തോന്നിയൊരു ന്യൂസാണ്. പരച്ചെറ്റകളല്ല, വെരട്ടിപ്പറച്ചെറ്റകൾ. ഗൈസ്, 89,600 എക്സ്പ്ലോസീവ് സ്റ്റിക്സ്. ഇത് അൽ ഖ്വയ്ദയിലല്ല, ഗാസയിലല്ല, എവിടെ ഇപ്പൊ പറഞ്ഞു തരും. 10,500 ഷോക്ക് ട്യൂബ്സ്. ഇത് ബോംബ് ഉണ്ടാക്കി പൊട്ടിത്തെറിപ്പിക്കാൻ. മലപ്പുറത്ത് ലോറിന്ന് സീസി. യെസ്, ഇത്രയും എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ 90,000 എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ 89,600 എക്സ്പ്ലോസീവ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നാളെ ട്രിവാൻഡ്രം മൊത്തം ഇല്ലാതാക്കാം. മനസ്സിലായോ പറയുന്നത്? അതെ, മനസ്സിലായോ? ഒരു കൺട്രോൾഡ് സിറ്റി ഇത് വെക്കാൻ ഒരു കോറിയൊക്കെ പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് 10,000-20,000 എണ്ണം മതി. മനസ്സിലായി? അത്ര എണ്ണം പിടിച്ചിട്ട് ഒരൊറ്റ വാർത്തയെന്ന് വന്നില്ല. അത് മലപ്പുറത്തു നിന്ന് പിടിച്ചോണ്ടാണോ, അതോ ഇനി പ്രത്യേക പേരുള്ളവരുടെ പേരുണ്ടായിട്ട് പിടിച്ചതാണോ, അതോ ഇനി പിടിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ മന്ത്രിമാരോ ആരെങ്കിലും ഒക്കെ കുടുങ്ങുന്നതുകൊണ്ട് പേര് വരാത്തതാണോ എന്ന് അറിയില്ല. വാർത്തകൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഒരു അശരീരിയുണ്ട്. ഒരു വാർത്തകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സെർച്ച് ചെയ്ത് നോക്കിയാൽ നാഷണൽ ടെലിവിഷൻസിൽ കാണാൻ പറ്റും, കേരള ടെലിവിഷൻസിൽ ഇതില്ല. ഗൈസ്, ഇത് തൂക്കിയത് NIA. അതെ, NIA എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വലിയ കോൺസ്പിറസി ഒന്നുമല്ലോ, 224 കണക്ക് കൂട്ടുന്നതെന്ന് അറിയാം. ഇതൊരു ആന്റി ടെററിസ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് മൂവ്മെന്റിലേക്ക് തന്നെ. അതിനകത്ത് ഇത് പിന്നെ ഫാം ചെയ്യാനല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അതിനകത്ത് ഓൾമോസ്റ്റ് എന്തിനാന്ന് വരെ NIA സ്ട്രീം ഡൗൺ ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് ഒരു ക്ഷേത്രത്തിൽ ഒരു 50,000 പേരടിപ്പിച്ച് വരുന്ന ഒരു ഉത്സവം വരുന്നുണ്ട്. അതില് വെച്ച് പൊട്ടിച്ച ആളുകളെ കത്തിച്ച് കൊല്ലാനായിരുന്നു എന്നാണ് NIAയുടെ പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നേക്കുന്നത്. അമ്പലത്തിന്റെ പേര് ഞങ്ങൾ ഇത് കൊടുത്തേക്ക് ഓർമ്മയില്ല. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് അൺഒഫീഷ്യലായിട്ട് ഒഫീഷ്യലി സ്റ്റേറ്റഡ് അല്ലാതെ ഇതിന്റെ മാസ്റ്റർ കോൺസ്പിറേറ്ററിന്റെ പേര്
TA ഹാരിസ്. ഈ പേര് ചിലവർക്ക് എവിടെയൊക്കെ കേട്ട് പറഞ്ഞു കാണും. ഞാൻ എന്തായാലും ഓർമ്മിപ്പിക്കുന്നില്ല. നത്തിങ് ബട്ട് എനിക്ക് ഭയങ്കര ഓടായിട്ടൊന്നും ഇത്രയും വലിയൊരു ടെററിസ്റ്റ് സംഭവം നമ്മുടെ നാട്ടിൽ 90,000 എക്സ്പ്ലോസീവ് സ്റ്റിക്സും 10,500 ഷോക്ക് ട്യൂബ്സും കണ്ടുപിടിച്ചിട്ട് അത് ന്യൂസിൽ കൊടുക്കണ്ട എന്ന് അശരീരി വന്നു. ഒരു ന്യൂസും റിപ്പോർട്ട് ചെയ്യാത്തതിന് കോൺഗ്രസിന് ഒരു പ്രശ്നവുമില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇത് ആരും ഇതിനെപ്പറ്റി പറയുന്നില്ല. കേരളത്തിൽ ആകെ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തത് ജനം ടിവിയും ABVPയുടെ സഖാക്കളുമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതിനകത്ത് സംഘിത്തരവും ഇല്ല. നിങ്ങൾ ഇത് ആലോചിച്ചിട്ട് എന്തുകൊണ്ടാണ് പറ. എനിക്കിത് മനസ്സിലാവാത്ത ഒറ്റ ചോദ്യമാണ്. ഇത് റിപ്പോർട്ട് ചെയ്തത് സംഘികളാന്നാ പറയുന്നത്. വേറൊരു കാര്യം അറിയാമോ? ഇപ്പൊ ഞങ്ങൾ ഈ ന്യൂസ് പറഞ്ഞാല് അത് സംഘികളാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനെ നശിപ്പിക്കാൻ ബോംബ് കൊണ്ടുവരുന്ന കാര്യം ഇങ്ങനെ ഇവരെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംഘികളാക്കുന്നവരാണ്. ഈ കമന്റിന് താഴെ സംഘികൾ എന്ന് വിളിക്കുന്നവരെ ബാൻ ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, വീട്ടിൽ കയറ്റാതിരിക്കുക. ഇത്രയും പറഞ്ഞു. ഞാൻ ഭയങ്കര നാഷണലിസ്റ്റ്. എന്തിന്റെ പേര് എന്റെ സംഘി എന്ന് വിളിച്ചാൽ എനിക്ക് നോ പ്രോബ്ലം. എന്തുള്ള അടുത്ത സംഭവം വീട്ടിൽ കയറ്റാതിരിക്കുക. അതെ, അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഇന്തോനേഷ്യയില് ഒരു വളരെ വലിയൊരു കാറ്റാസ്ട്രോഫി നടന്നു. ഗ്ലോബൽ ന്യൂസിലേക്ക് പോകുമ്പോൾ ഒരു 7.7 മാഗ്നിറ്റ്യൂഡുള്ള ഒരു എർത്ത് ക്വേക്ക് ഹിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 50 to 51 കറണ്ട് കൗണ്ടിൽ ഡെഡ് ആണ്. ആൻഡ് kudos to ഇന്തോനേഷ്യൻ ഗവൺമെന്റ്. 7.7 മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് വലുതാണ്. ഓൾമോസ്റ്റ് 5000 പേഴ്സണൽസിനെ ഏരിയയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇന്തോനേഷ്യൻ ഗവൺമെന്റ് ഹാസ് ഹാൻഡിൽഡ് ഇറ്റ് വെരി 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 നൈസ്ലി. എന്താ പറയണ, 5000 പേരെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് വേറെ മാറ്റി പാർപ്പിക്കാനുള്ള ഓർഡേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ദെയർ ഫുഡ്, ഷെൽട്ടർ, അക്കോമഡേഷൻ, പ്രൈമറി നെസസിറ്റീസ് എല്ലാം കവേർഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യത്തിനൊക്കെ എനിക്ക് എന്താ പറയണ, ഐ സല്യൂട്ട് ടു ഇന്തോനേഷ്യൻ ഗവൺമെന്റ്. നമ്മളെ കേരളത്തിൽ ഒരു ഫ്ലഡ് വന്നപ്പോൾ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഞാൻ ഓർക്കുന്നു. എന്താണേലും ഇനി കീഴിൽ ഒരു നാഷണൽ ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ റിലയൻസും റോൾസ് റോയ്സും ഹാസ് ഷേക്കൻ ദെയർ ഹാൻഡ്സ്. എന്ന് വെച്ചാൽ റോൾസ് റോയ്സ് നമ്മുടെ ഇന്ത്യയിൽ തേജസ് മാർക്ക് 2 ഒക്കെ ഉണ്ടാക്കാനായിട്ട് അമേരിക്ക ജെറ്റ് തരാമെന്ന് പറഞ്ഞ് കോടാനുകോടി രൂപകൾ വാങ്ങിച്ചിട്ടുണ്ട്, മില്യൺസ് ഓഫ് റുപ്പീസ്. എന്നിട്ട് ജെറ്റ് തരുന്നില്ല. കാരണം നമുക്ക് ജെറ്റ് തന്നാൽ വി ബിക്കം പവർഫുൾ അല്ലയോ. അപ്പോൾ എന്നിട്ട് ഇവർ നയതന്ത്രങ്ങൾ പറയും. എന്ന് വെച്ചാൽ നീ മറ്റേ അവിടെ ആ കപ്പൽ കൊണ്ടുപോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ ജെറ്റ് ഒന്ന് താമസിക്കും. അപ്പൊ നമ്മൾ അവിടുന്ന് കപ്പൽ മാറ്റിയിടുകയാണ്. അല്ലെങ്കിൽ അവർ പറയുന്നത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ജെറ്റ് തരാതിരിക്കും, അവർ പറയുമ്പോൾ ചെയ്യുമ്പോൾ ജെറ്റ് തരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി റോൾസ് റോയ്സും റിലയൻസും കൂടി ഒരു പാക്ട് മേക്ക് ഇൻ ഇന്ത്യയിൽ വന്നേക്കാണ്. റോൾസ് റോയ്സ് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യും, നീ എഞ്ചിൻ ഇവിടെ ഉണ്ടാക്കി റോൾസ് റോയ്സ്, കാശ് ഞാൻ തന്നോളാം, കാശും ബിസിനസ്സും എൻ്റെ കയ്യുണ്ട്, ഞാൻ ചെയ്തോളാം, നീ എഞ്ചിൻ ഉണ്ടാക്കിയാൽ മതി, വിൽപ്പനയും പ്രൊഡക്ഷനും ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഒപ്പൊക്കെ ആയി. അവര് ഉടനെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ഫോർവേഡ് ആവും. ഇത് ഈ കാവേരി പ്രോജക്റ്റ് അല്ലേ നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ജെറ്റ് എഞ്ചിൻ പ്രോജക്റ്റ് ഫയറിലായ അത് അമേരിക്കയുടെ കാരണത്തിലുള്ള അടി. അതെ അതെ അതെ, അത് എനിക്ക് ഉറപ്പാ. ട്രംപിന്റെ ചൊറി കാരണം മാത്രമാണ് ഇത്ര പെട്ടെന്ന് റഷ് ഔട്ട് ചെയ്യുന്നത്. അതെ അതെ, എന്തായാലും ദിസ് ഈസ് എ പവർ മൂവ്. കാരണം ഇപ്പൊ നമ്മൾ അമേരിക്കയുടെ ഇത് വാങ്ങുന്ന ആകെ ഒരു സാധനം ജെറ്റ് എഞ്ചിൻസ് ആണ്. അതും കൂടെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ചിപ്പുകളും ഫോണുകളും ഒക്കെ വാങ്ങുന്നുണ്ട്. അമേരിക്കയ്ക്ക് കാശ് കിട്ടുന്നത് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഡിഫൻസിന്റെ ജെറ്റ് എഞ്ചിൻസ് വരുന്നതാണ്. അതുപോലെ നിന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു വലിയ ഷോപ്പ് അടയ്ക്കുന്നത് തുല്യമായി പോകും. അപ്പം വേറൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഉണ്ട്. കാബൂളിലോട്ട്, അഫ്ഗാനിസ്ഥാൻ കാബൂളിലോട്ട് ഇന്ത്യ കുറച്ച് ടൺ മെഡിസിൻസും ബാൻഡേജസും സ്റ്റീൽ കണ്ടെയ്നേഴ്സിൽ അയച്ചിട്ടുണ്ട്. ഉറപ്പിച്ച് പറയാണ്, എന്താ പറയാ, ബാൻഡേജസും മരുന്നുകളും പാരസെറ്റമോളും ഒക്കെയാണ്. ഉടനെ നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് പാകിസ്ഥാനിൽ ബോംബുകൾ വീഴുമെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. എന്താണ് നമുക്ക് കണ്ടറിയാം. ഇന്ത്യ ഭയങ്കര ഹെൽപ്ഫുൾ. അതെ അതെ, വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ബ്രഹ്മോസിന്റെ മെഡിസിൻ ബാൻഡേഡ് ഒക്കെ ആണെന്ന് തോന്നുന്നത്. അപ്പൊ നമുക്കത് കണ്ടറിയാം. നിങ്ങൾ അടുത്ത ന്യൂസിൽ നമ്മളത് പറയുവാണെങ്കിൽ നമ്മളത് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു വൈൽഡ് പ്രഡിക്ഷനും കൂടെ, ഒരു 6 to 7 to 8 months കേരളത്തിൽ എവിടെയെങ്കിലും പൊട്ടും. കേരളത്തിൽ 6 months എടുക്കത്തില്ല, അതിന് മുന്നേ പൊട്ടും. അത് പൊട്ടിക്കുന്ന ആരാന്നും അത് പൊട്ടാനുള്ള ബോംബ് വരുന്നത് മലപ്പുറത്താണെന്നും കൂടെ ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു വാർത്തയിലും അത് വരത്തില്ല. നിങ്ങളുടെ വീട്ടുകാരെങ്കിലും പൊട്ടിത്തീർന്നാലോ ഞങ്ങളുടെ വീട്ടുകാരെങ്കിലും പൊട്ടിത്തീർത്താലോ അറിയത്തുള്ളൂ.
2 ബ്ലോക്ക് അപ്പുറത്ത് പൊട്ടിയാലും വാർത്ത വരില്ല. ഇത് വൈൽ പ്രഡിക്ഷൻ ആണ് കേട്ടോ. ഇതിപ്പോ ഞങ്ങളുടെ കോൺസ്പിറസി തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പറയും. ഇതിനകത്ത് ബന്ധമോ കാര്യങ്ങളൊന്നും എന്തുമല്ല. ഞങ്ങൾ വി ഡോണ്ട് ഗീവ് എ ഷിറ്റ് അബൌട്ട് ദാറ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഫ്രീലി ആയിട്ട് പറയുന്നത്. അങ്ങനെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്. അതെ, ഞങ്ങൾ പറയുന്നത് എന്തോരം ബാഡ് ആണ് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ നോക്കൂ. അവിടെ കുറച്ച് ടീംസ് വരും, അവരെ കണ്ടുപഠിക്കൂ. എന്താണെങ്കിലും ലെറ്റ്സ് ഗോ ടു ടുഡേയ്സ് വീഡിയോ. കഴിഞ്ഞ വീഡിയോസിന് നിങ്ങളുടെ റെസ്പോൺസ് ഭയങ്കര അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വട്ടം ഒരു കണ്ടിന്യൂഷൻ രീതിയിൽ, നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ അത് എപ്പിസോഡ് ഫുൾ ആയിട്ടില്ലായിരുന്നു. അതിന്റെ പ്രാക്ടീസസ് നമ്മൾ തിയറി നോക്കി, പ്രാക്ടിക്കലാണ് ഈ വട്ടം വരുന്നത്. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ നോക്കിയതെന്ന് പറഞ്ഞാൽ തിയറിയാണ്. ഞാൻ പറഞ്ഞ പോലെ ബ്രത്തിനെ പറ്റിയാണ്. ബ്രത്തിൻ്റെ ഇമ്പോർട്ടൻസ്, മാനിഫെസ്റ്റേഷൻ, എന്താ പറയുക, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്താണ്, യഥാർത്ഥത്തിൽ ഒരു ഗുഡ് ആളാണോ അതൊരു വില്ലനാണോ, ലൈക്ക് ഗേറ്റ് കീപ്പർ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അത് ഒത്തിരി പേർക്ക് കാര്യം മനസ്സിലാവുകയും അവരത് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ബ്രെത്ത്സ് അല്ലെങ്കിൽ ഡോർവേ ടു ദി അതർ സൈഡ് എന്ന് വെച്ചാൽ, പീപ്പിൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ വേദിക് ടെക്സ്റ്റുകളെ പറ്റി പഠിച്ചു. വേദിക് ടെക്സ്റ്റുകൾ, എസോട്ടോറിക് നോളജ്, പിന്നെ ജീസസ്, ബുദ്ധ, ശിവ, ഇവരെല്ലാവരും പറയുന്ന അൾട്ടിമേറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അവർ ബ്രെത്ത് കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ബ്രെത്ത് കൺട്രോൾ ചെയ്യുന്നതും അത് എന്തുകൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യണമെന്ന് അവർ പറയുന്നത്. ഏത് മതം എടുത്താലും, ഇപ്പോൾ ജീസസ് ആയാലും, ബുദ്ധിസത്തിൽ ബുദ്ധ എടുത്താലും, ശിവൻ എടുത്താലും, അതെല്ലാമാണ് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ വിഗ്യാൻ ഭൈരവ തന്ത്രയിലെ ടെക്നിക്സ് ആണ് തിയറി പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ബ്രെത്തുകൾ തമ്മിലുള്ള, ശ്വാസങ്ങൾക്കിടയിലുള്ള ഒരു നാരോ പോയിന്റിലാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്നും, അവിടെ നമ്മളൊരു സീഡ് പ്ലാന്റ് ചെയ്താൽ നമുക്ക് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും റിയാലിറ്റി എന്നാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം, മായയെ കൺട്രോൾ ചെയ്യാമെന്നുമാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ആ ഗ്യാപ്പിലെത്താം. ചുമ്മാ ശ്വസിച്ച് നടുക്ക് ഗ്യാപ്പിൽ വന്നു, ഗ്യാപ്പിൽ പ്ലാൻ ഇടുക എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങ് എണ്ണീറ്റ് പോയാൽ മതി. പക്ഷെ അങ്ങനല്ല. എങ്ങനെ ശ്വസിക്കണം, എത്ര നേരം, എത്ര സെക്കൻഡ്, എങ്ങനെ വരണം, ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ടുകൾ വരാം. ഞാൻ കഴിഞ്ഞ കമൻറ്റ് സെക്ഷനിൽ കണ്ടു, അപ്പോൾ ഈ ഗ്യാപ്പ് വളരെ സ്മോൾ അല്ലേ, ലൈക്ക് അര സെക്കൻഡ് അല്ലേ വരത്തോളൂ, ഈ മാനിഫെസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ലല്ലോ, ലൈക്ക് വെരി ജെനുവിൻ ഡൗട്ട്സ്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഞാൻ ഇത് കണ്ണടച്ച് ഇത് ചെയ്തു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് സമയം കിട്ടുന്നില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ അതിനെല്ലാം ഉള്ള ഉത്തരവായിട്ടാണ് വന്നേക്കുന്നത്. താങ്ക് യു ഫോർ ദ കമൻറ്റ്സ്. അപ്പോൾ നമ്മൾ പറയുന്നത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ്സ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതെല്ലാം ഇന്ന് ചെയ്യാൻ പോവാണ്, ചെയ്ത് പഠിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഗെറ്റ് റെഡി, ലൈക്ക് ദിസ് ഈസ് ഗോണ ബി, ഈ എപ്പിസോഡ് നമ്മളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങളെ യൂട്യൂബിൽ കാണുന്ന എപ്പിസോഡുകളിൽ ഒന്നാണ്. ലൈക്ക് ഇത് കണ്ടു കഴിഞ്ഞ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്രാഞ്ച് വേറെ ഉണ്ടാവും. അത് പ്രോമിസാണ്. ഫുൾ കോഴ്സിന് 5000 രൂപ ജിപേ ചെയ്താൽ ഒരു രൂപ പോലും നമ്മൾ ഇതുപോലുള്ള നമ്മളുടെ അണ്ണന്മാരുണ്ട്. നമ്മളിപ്പം ഇതിനെപ്പറ്റി ഞാൻ സെർച്ച് ചെയ്യാൻ വേണ്ടി പഠിക്കുമ്പോൾ തന്നെ ഈ നോളജ് എല്ലാം പെയ്ഡ് ആക്കിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞാൻ വിഗ്യാൻ ഭൈരവ തന്ത്ര ടെക്നിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ സൈറ്റുകൾ വരും, പക്ഷെ ഞെക്കുമ്പോൾ പൈസ കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ചേത് ചെയ്യണം. ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം, എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഭയങ്കര കിടലൊരു മാർക്കറ്റ്. ഞാൻ ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ എല്ലാം വൈറ്റ്സ്, ബ്രിട്ടീഷുകാര് മറ്റേ തൃശ്ശൂലൊക്കെ വരച്ച് കുറെ മാലയൊക്കെ ഇട്ട് $300 2 വീക്സ്. പിന്നെ സമയമില്ലാത്ത മില്യണേഴ്സിന് വേണ്ടി $500 1 വീക്ക് ക്രാഷ് കോഴ്സും ഉണ്ട്. ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ആ പരിപാടി ഇവിടെ ഇല്ല. അപ്പോൾ ദ ഡോർവേ ടു ദി അതർ സൈഡ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഇത്ര പവർഫുൾ എന്ന് നമ്മളുടെ ഓൾഡ് ടെക്സ്റ്റുകളും തന്ത്രാസും വേദാസും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു മാപ്പിൽ കൂടെയാണ്. ലൈക്ക് വിഗ്യാൻ ഭൈരവ തന്ത്രയായാലും വേറെ വേദിക് ടെക്സ്റ്റുകളായാലും ഇപ്പോൾ ജീസസിൻ്റെ എസോട്ടറിക് ടീച്ചിങ് ആയാലും ഇതൊരു മാപ്പിൽ കൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ മാപ്പ് നമുക്ക് വേറെ എവിടെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. ജാപ്പനീസ് മിത്തോളജിയിൽ ഈ മാപ്പുണ്ട്, മിത്തോളജിയിലല്ല മെഡിസിനിൽ ഈ മാപ്പുണ്ട്, ഇന്ത്യൻ മെഡിസിനിൽ ഈ മാപ്പുണ്ട്, ചൈനീസ് മെഡിസിനിൽ ഈ മാപ്പുണ്ട്, എസോട്ടറിക് മെഡിസിനിൽ ഈ മാപ്പുണ്ട്. ഈ മാപ്പ് ഒരു അനാട്ടമി ക്ലാസ്സിലും നമ്മളെ പഠിപ്പിക്കില്ല. ഇത്
നമ്മളുടെ ആയുർവേദ എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യൻ വേദിക് മെഡിസിനൽ സയൻസ് ഈ മാപ്പിനെ ബേസ് ചെയ്തായിരുന്നു ഉണ്ടാക്കിയത്. ഈ മാപ്പിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കിയെങ്കിൽ പോലും ഇപ്പോഴത്തെ ആയുർവേദ 5 വർഷവും 6 വർഷവും പഠിച്ചിറങ്ങുന്നവർക്ക് അവരുടെ സിലബസിൽ ഇതിനെപ്പറ്റി ബെയർലി ഒന്ന് തൊട്ട് വിടുന്നത് മാത്രമേ ഉള്ളൂ, പേരിന് വേണ്ടി. എന്തുകൊണ്ട് ഇത് പഠിപ്പിക്കുന്നില്ല എന്ന് ചോദ്യം വരുമ്പോൾ ഞങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയാൻ വേണ്ടി മാത്രം, അതും കുറച്ചുകൊണ്ട് വരികയാണ്. അപ്പം അത് പോട്ടെ. അപ്പോൾ ഈ മാപ്പ് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു മാപ്പാണ്. അത് ബോൺസിൻ്റെ മാപ്പല്ല, ബ്ലഡ് വെസൽസ് അല്ല, നെർവസ് സിസ്റ്റത്തിൻ്റെ അല്ല, വെയിൻസോ ആർട്ടറീസോ ഒന്നുമല്ല. ഈ മാപ്പിന് പ്രത്യേകത ഒരു പേരുണ്ട്, നാഡി എന്നാണ് ഈ മാപ്പിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഹ്യൂമൻ്റെ സ്ട്രക്ചർ എടുത്താൽ നമ്മൾ വെയിനൊക്കെ ഉള്ള ഒരു പടം ഇങ്ങനെ കൊടുക്കത്തില്ലേ, അല്ലെങ്കിൽ ബോണൊക്കെ ഉള്ള ഒരു പടം, അതുപോലെ നാഡി എന്ന് പറയുന്ന ഒരു പടം കൊടുക്കും. നാഡി ഞരമ്പുകൾ എന്നാണ് ഈ പറയുന്ന വെയിൻസ്, ഇൻവിസിബിൾ ആയിട്ടുള്ള വെയിൻസിന് പറയുന്നത്. ഇതിനെപ്പറ്റി പഠിക്കുന്ന സയൻസിൻ്റെ ബ്രാഞ്ചിനെയാണ് നാഡീശാസ്ത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോഡിയിൽ കയറി ഇത് മുറിച്ച് നോക്കിയാൽ ഈ സാധനം കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അപ്പം നിങ്ങളിത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇതിലേക്കൂടെ ഒരു വയർ പോവാണ്, ഒരു ഇലക്ട്രിക്കൽ വയർ, ഞാൻ ഒരു ബൾബ് കത്തിക്കാൻ. ആ ബൾബ് കത്തുന്നത് ആ വയറ് കൊണ്ട് മാത്രമല്ല. ആ വയറ് കീറി മുറിച്ച് രണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് കറണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ആ കറണ്ടിൻ്റെ ഫ്ലോ അവിടെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ വയറിനകത്തൂടെ ലൈറ്റ് അവിടെ എത്തുന്നത്. നിനക്ക് കറണ്ട് അടിക്കാൻ പറ്റും, കറണ്ട് അടിക്കുമ്പോൾ മനസ്സിലാവും അയ്യോ ഇവിടെ എന്തോ ഉണ്ടല്ലോ, പക്ഷെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയുള്ള കാര്യമാണ് ഇതൊരു എനർജി നെറ്റ്വർക്കാണ്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എപ്പിസോഡിൽ ഞാനൊരു കാര്യം പറഞ്ഞു, നോസ്ട്രിൽസിനെ പറ്റി, ഇടതും വലതിനെ പറ്റി. ഒരെണ്ണം ഡോമിനൻ്റ് ആയിരിക്കും, ഒരെണ്ണം ആക്റ്റീവ് ആയിരിക്കും, മറ്റൊരെണ്ണം ഡോമിനൻ്റ് അല്ലായിരിക്കും, ആക്ടിവിറ്റി കുറവായിരിക്കും. എപ്പോഴും ഒരെണ്ണം ടൈറ്റും ഒരെണ്ണം ലൂസും ആയിരിക്കും. അപ്പോൾ നേസൽ സൈക്കിളിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്, അതിനകത്ത് സയൻസ് ഒന്നുമില്ല. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. ചാപ്റ്റർ 1 ഓഫ് ദി എപ്പിസോഡിൻ്റെ പേര് ദി ഹിഡൻ മാപ്പ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ വേദാസ്, തന്ത്രാസ് ഇവരെല്ലാം പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡിൽ കൂടി 3 ചാനൽ, ലൈഫ് ഫോഴ്സിൻ്റെ 3 ചാനലാണ് റൺ ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാ തന്ത്രാസും എല്ലാ വേദാസും നമ്മുടെ എല്ലാ ശാസ്ത്രാസും ഇതിനെ ബേസ് ചെയ്താണ് ഹ്യൂമൻ ബോഡിയിലെ പറഞ്ഞേക്കുന്നത്. ആ 3 ചാനൽസിൽ ഒന്നാമത്തെയാണ് ഇഡ എന്നാണ് പേര്. ഇഡ എന്നാണ് പേര്. അപ്പോൾ ആ സാധനം നമ്മുടെ സ്പൈനിൽ കൂടി റൺ ചെയ്ത് വന്ന് നമ്മുടെ ലെഫ്റ്റ് നോസ്ട്രിലാണ് എൻഡ് ചെയ്യുന്നത്, ആ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ആ നാഡി സിസ്റ്റം. അപ്പം ഈ പാത്തിൽ കൂടെ വരുന്നതിൻ്റെ പേരാണ്, ആ പാത്തിനാണ് നാഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനത്തിനെ ഫുൾ നെയിമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഇടനാഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടനാഡി, ഇടത് എന്ന വാക്ക് വന്നത് ഈ ഇടയിൽ നിന്നാണ്, ലെഫ്റ്റ് നോസ്ട്രിൽ, ഇടത് ഉള്ള നോസ്ട്രിൽ. അപ്പോൾ ഈ സാധനം ഇടനാഡി എന്ന് പറയുന്നുണ്ട്. ഇതിനെ നമ്മുടെ വേദിക്കും താന്ത്രിക് സൈക്കിളും എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ലൂണാർ ചാനലാണ്, ഇത് മൂണുമായിട്ട് ബന്ധപ്പെട്ട ചാനലാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇടനാഡി ആക്റ്റീവ് ആയിരിക്കുമ്പോൾ നമ്മുടെ ബോഡി കൂളായിട്ടിരിക്കും, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റിലേറ്റീവ്ലി കുറവായിട്ടിരിക്കും, നമ്മൾ കുറച്ചും കൂടി റിസെപ്റ്റീവായിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ, ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാനൊരു ബുക്ക് എടുത്ത് എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും, പെട്ടെന്ന് കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഒരു ഫെമിനിൻ നേച്ചർ ആണെന്നാണ് നമ്മളുടേത് പറയുന്നത്. അപ്പോൾ ഇത് ഡോമിനൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് വി ലിസൺ മോർ ദാൻ വി സ്പീക്ക്. മനസ്സിലായോ? അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ സംസാരിക്കുന്നതിലും വെളിയിലോട്ട് വിടുന്നതിലും നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നൊരു സ്റ്റേജാണ് ഇടനാഡി ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് വി റെസീവ് മോർ ദാൻ വി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഞാൻ അതെ, കൂടുതൽ കാര്യം നമുക്കിപ്പോൾ വേണ്ടാത്തതാണെങ്കിൽ പോലും നമ്മളുടെ യൂണിവേഴ്സ് നമുക്കത് കൊണ്ടുതരാൻ ശ്രമിക്കുന്ന ഒരു സമയം. എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒരു ടെക്സ്റ്റ് എടുത്ത് എനിക്കൊരു പാരഗ്രാഫ് പഠിക്കണമെങ്കിൽ 10 മിനിറ്റ് എടുക്കണമെങ്കിൽ ഇടനാഡി ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് നോസ്ട്രിലിൽ കൂടാണ് കൂടുതൽ കാറ്റ് വരുന്നതെങ്കിൽ എനിക്ക് 2 മിനിറ്റ് കൊണ്ട് അത് പഠിച്ചു തീർക്കാൻ പറ്റും. അത് നമ്മുടെ ഹ്യൂമൻ ബോഡി അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ
ചാനൽ എനർജി. ഇത് ഒന്നാമത്തെ ചാനലാണ് ഇടനാഡി. രണ്ടാമത്തെ ചാനൽ നമ്മുടെ സ്പൈനിൽ കൂടെ വന്ന് റൈറ്റ് നോസ്ട്രിലിൽ എൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ചാനലിൻ്റെ പേരാണ് പിൻഗള എന്ന് പറയും. നിങ്ങൾ അത് എന്ന് താന്ത്രിക്സ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് സോളാർ ചാനലാണെന്നാണ് പറയുന്നത്. പിൻഗള ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ ബോഡി റിലേറ്റീവ്ലി വാമറായിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ചൂട് കുറച്ച് കൂടുതലായിരിക്കും, ബോഡി കുറച്ചുകൂടെ ഹീറ്റഡ് അപ്പ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡ് ഫ്ലോ കുറച്ച് കൂടുതലായിരിക്കും, കൂടുതൽ ആക്റ്റീവായിരിക്കും. നമ്മൾ വെളിയിലോട്ട് നേരത്തെ എല്ലാം ഇൻവേർഡായിട്ട് എടുക്കുന്നത് റിസെപ്റ്റീവ് ആണെങ്കിൽ ഇതെല്ലാം ഒരു ഔട്ട്വേർഡ് കറണ്ടാണ്. എനിക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന ഒരു മാസ്കുലിൻ എനർജി ആയിട്ടാണ് ഇതിനെ വേദ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിൻഗള വരുന്ന പാത്തിൽ കൂടെ വരുന്ന ആ നാഡിയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിൻഗള നാഡി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇതൊക്കെ എവിടെയോ സിനിമയിലോ എവിടേക്കോ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഡോമിനൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വി സ്റ്റാർട്ട് മൂവിങ്. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ്, നല്ലൊരു ദിവസമാണ്, നിങ്ങളുടെ പിൻഗള നാഡിയാണ് ആക്റ്റീവായിട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് കാറ് കഴുകാൻ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് നമുക്കിത് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് കാറ് കഴുകാൻ തോന്നുന്നു, എനിക്ക് കാറ് കഴുകിടണം, അല്ലെങ്കിൽ എനിക്ക് ഷൂ തേച്ചിടണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ 2 ചെടിയുണ്ട് അതൊന്ന് കുഴിച്ചിടണം. ലൈക്ക് വി നീഡ് ടു ഡൂ സംതിങ്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെളിയിലോട്ട്, എന്ന് പറഞ്ഞാൽ എനർജി നമ്മളുടെ അകത്തേക്ക് എടുക്കുന്നതിന് പകരം വി ആർ റിലീസിങ് എനർജി. ഈ ഹൈപ്പർ ഹൈപ്പർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് റെസ്റ്റ്ലെസ്നെസ്, ഇതൊക്കെ തോന്നുമ്പോൾ നമ്മൾ ഇത് എനർജി വെളിയിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ബുക്ക് എടുത്ത് പഠിച്ചാൽ നേരത്തെ 2 മിനിറ്റ് എടുക്കാൻ പഠിക്കുന്ന ഇത് 1 മണിക്കൂർ പഠിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. യു ആർ ഗിവിങ് ഔട്ട്, യു കനോട്ട് ടേക്ക് എനിത്തിങ് ഇൻ. അപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻസ് എടുക്കുക, നിങ്ങൾ പുഷ് ഫോർവേഡ് ചെയ്യുക. എനിക്കിത് ചെയ്യണം, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാനുള്ള എന്തെങ്കിലും പ്രോജക്റ്റ് എനിക്ക് ഇപ്പോൾ ചെയ്ത് തീർക്കണം. ആ ആങ്സൈറ്റി വരുന്ന സാധനമാണ് പിൻഗള നാഡിയുടെ കാര്യം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളിപ്പോൾ വേദിക്കും താന്ത്രിക്കും സൈറ്റ്സ് മാത്രമാണെന്ന് വിചാരിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. ഇതെല്ലാം 1895 ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നേസൽ സൈക്കിൾ ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് നേസൽ സൈക്കിൾ മെയിൻ സ്ട്രീം സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ലൈക്ക് ഔട്ട്വേർഡ് എനർജി വരുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, ആവറേജ് ടെമ്പറേച്ചർ കുറവാണ്, ലൈക്ക് യുവർ ബ്രെയിൻ ആക്ടിവിറ്റി ഈസ് ഡിഫറെൻറ്റ്. ഈ കാര്യങ്ങളെല്ലാം സയൻസ് കണ്ടുപിടിച്ച് വെച്ചതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 10,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് ഇതെല്ലാം പഠിക്കുകയും കണ്ടുപിടിക്കുകയും ഏത് നോസ്ട്രിൽ എവിടെ ഓപ്പൺ ആയിട്ടിരിക്കും, ഏത് നോസ്ട്രിൽ എപ്പോൾ കാറ്റ് അതിലേക്കൂടെ പോകും എന്ന് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് ഓപ്പൺ ആയിട്ടിരിക്കുവാണെങ്കിൽ വേദാസിൽ എഴുതി വെച്ചേക്കുകയാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ പഠിക്കാൻ, കോൺസെൻട്രേഷൻ എന്നൊക്കെയുള്ള വാക്ക്. ഇനി വേദാസിൽ എഴുതി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റ് നോസ്ട്രിൽ ഓപ്പൺ ആയിട്ടിരിക്കുവാണെങ്കിൽ ഗുഡ് ഫോർ സ്റ്റിൽനെസ്. വെറുതെ കണ്ണടച്ച് വെറുതെ ഇരിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. ക്രിയേറ്റീവ് വർക്ക്, നിനക്കൊരു പാട്ടോ നിനക്കൊരു സംഗീതമോ അല്ലെങ്കിൽ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ നല്ലതാണ്. ഡീപ്പർ മെഡിറ്റേഷൻ ചെയ്യാൻ നല്ലതാണ്. ഇൻവേർഡായിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ അവർക്കിതെല്ലാം അറിയായിരുന്നു 10,000 വർഷങ്ങൾക്ക് മുന്നേ. നമ്മളുടെ സയൻസ് കണ്ടുപിടിച്ചിട്ട് 200 വർഷം ആവുന്നില്ല. അപ്പോൾ ഇവർക്കിത് അറിയാവുന്ന മാത്രമല്ല, ഇത് ഇവരെല്ലാവരെയും പഠിപ്പിച്ചു. എന്നിട്ട് ഈ ലെഫ്റ്റും റൈറ്റും തമ്മിൽ അവർ ഫൈറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഇതാണ് നല്ലത് അതാണ് നല്ലത് ഇന്നത് ചെയ്യുക എന്നൊന്നുമല്ല. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരതിൻ്റെ റിതം അനുസരിച്ച് ജീവിക്കാൻ പഠിച്ചു. എന്ന് വെച്ചാൽ അവരുടെ ഡെയിലി ലൈഫ്, അവർ രാവിലെ എണ്ണീറ്റ് 5 മിനിറ്റ് ഇത് ചെയ്ത് നോക്കും, ഏതാണ് ഡോമിനൻ്റ്. രാവിലെ ഇടത് നാടി കൂടാണ്, ലെഫ്റ്റിൽ കൂടെ ആണെങ്കിൽ രാവിലെ എന്ത് ചെയ്യും, വെള്ളം കോരാൻ പോകും, പിള്ളേരെ പഠിപ്പിക്കും, പിള്ളേരുടെ കൂടെ ഇരിക്കും, ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, റെസ്റ്റ് ചെയ്യും. അതേസമയം രാവിലെ എണീക്കുമ്പോൾ റൈറ്റ് ആണ് ഓപ്പൺ എങ്കിൽ രാവിലെ കിളയ്ക്കാൻ പോകും, ലൈക്ക് ഹണ്ട് ചെയ്യാൻ പോകും. ഇത് അവർ നോക്കി ഏതാണ് ബെസ്റ്റ് എന്ന് അവർ നോക്കിയിട്ട് ആ സാധനത്തിൻ്റെ നേസൽ സൈക്കിളിൻ്റെ റിതം അനുസരിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അവർ ജീവിച്ചിരുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിയും ഫാർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളും അറിവും വെച്ചാണ് ജീവിച്ചത്. മനസ്സിലായോ? അവരുടെ ജീവിതത്തിൻ്റെ ബോഡിക്കുള്ളിലെ എനർജി സൈക്കിൾസ് മാപ്പ് ചെയ്തിട്ട് അതിനെ ഹാക്ക് ചെയ്ത് ജീവിക്കുമായിരുന്നു. മനസ്സിലായി? ദേ വർ ഹാക്കിംഗ് ദ സിസ്റ്റം. ഇപ്പോഴത്തെ ജെൻസിയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ
രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ മോൺസ്റ്റർ എനർജി കുടിക്കാതെ, ലൈക്ക് അത് അടിക്കാതെ കണ്ണ് തുറക്കാൻ പറ്റാത്ത പിള്ളേരാണ് നമുക്കിപ്പോൾ ഉള്ളത്. അത് പോട്ടെ, ബാക്ക് ടു ടോപ്പിക്. നമുക്ക് ഈ 2 ചാനൽ കണ്ടു, ഇടനാടി ഇടതുള്ളത്, പിങ്കളനാടി വലതുള്ളത്. ഒന്ന് മൂൺ, ഇടതുള്ളത് മൂണും വലതുള്ളത് സോളാറും. അപ്പോൾ ഇത് രണ്ടും കൂടാതെ ഒരെണ്ണവും കൂടെ ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഡി. അത് നമ്മളുടെ സ്പൈനിൽ കൂടെ താഴേന്ന് തുടങ്ങി ഏറ്റവും മുകളിലേക്ക് ത്രൂ ഔട്ട് ദ സ്പൈൻ എനർജി കൊണ്ട് മുകളിൽ വരെ എത്തിക്കുന്ന ഒരു സ്പൈനിൽ ഉള്ള നാഡിയാണ്. ഈ നാഡിയെ നമ്മളുടെ വേദശാസ്ത്രം അല്ലെങ്കിൽ താന്ത്രിക് ശാസ്ത്രാസ് വിളിക്കുന്നതിൻ്റെ പേരാണ് സുഷുമ്ന എന്നാണ് ഇതിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ ഈ ചാനലിൻ്റെ പേരും ദ ചാനൽ ഓഫ് ഫ്രീഡം എന്നാണ് വേദാസിൽ പറഞ്ഞേക്കുന്നത്. ഫ്രീഡം തരുന്ന ചാനലാണ് സുഷുമ്ന. ആ ചാനലിൻ്റെ ഫുൾ നെയിമാണ് സുഷുമ്ന നാഡി. അപ്പോൾ ഈ കറണ്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താന്ന് പറഞ്ഞാൽ, സുഷുമ്ന വരികയാണെങ്കിൽ നിങ്ങൾ കൂളുമല്ല, നിങ്ങൾ വാമും അല്ല, നിങ്ങൾ റിസെപ്റ്റീവും അല്ല, നിങ്ങൾ ആക്റ്റീവും അല്ല, നിങ്ങൾ മാസ്കുലിനും അല്ല, നിങ്ങൾ ഫെമിനിനും അല്ല. ജസ്റ്റ് പ്യുവർ എനർജി, നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കോൺഷ്യസ്നെസ് മാത്രം. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്ന് വെച്ചാൽ ലോകത്തിൽ ജീവിക്കുന്ന ഓൾമോസ്റ്റ് എവ്രി എല്ലാവരും ഏകദേശം 99.9999 സമയവും ഈ സെൻട്രൽ ചാനൽ ക്ലോസ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എനർജി പോകുന്നത് 2 സൈഡിൽ കൂടി മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും പെൻഡിലം പോലെ എക്സ്ട്രീമുകളിൽ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ വളരെ ആക്റ്റീവായിരിക്കും, അല്ലെങ്കിൽ വളരെ പാസീവായിരിക്കും. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഞാനോ നിങ്ങളോ ഇവനോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കണം, നമ്മൾ സുഖമായിട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എക്സോസ്റ്റഡ് ആണ്, ക്ഷീണമാണ്, തളർന്നിരിക്കുവാണ്. രണ്ടും 2 അറ്റമാണ്. ഒന്നെങ്കിൽ ഭയങ്കര കാമായിട്ടുള്ള ആളായിരിക്കും നമ്മൾ 90% ദിവസങ്ങളിലും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോട്ടെ, കുഴപ്പമില്ല, അതങ്ങ് പൊക്കോട്ടെ, സാരമില്ല. അല്ലെങ്കിൽ അതേ ആൾ തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതെന്ത് കോപ്പ്, അവനെ പണിയണം, ആ ഒരു മെൻറ്റാലിറ്റി. ഇതിന് നടുക്കൊരു സ്ഥലമില്ല. നമ്മൾ 2 എക്സ്ട്രീമിലാണ്, പെൻഡിലം പോലെയാണ്. ഒന്നെങ്കിൽ മര്യാദ അല്ലെങ്കിൽ മര്യാദയില്ല, ഒന്നെങ്കിൽ ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം. ഈ ഒരു സംഭവമാണ് വരുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് ഇടനാടിയും ഈ പിങ്കളയും, ഈ ലെഫ്റ്റും റൈറ്റും നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഒരിക്കലും നമ്മൾ സുഷുമ്ന നാഡി ഓപ്പൺ ആവുന്നതേയില്ല. സുഷുമ്ന നാഡി ഓപ്പൺ ആവുന്നതിനെ പറ്റിയാണ് ഇനി വരുന്നത്. എങ്ങനെയാണ് ഈ സുഷുമ്ന നാഡി ഓപ്പൺ ആക്കുന്നത്? നമ്മളുടെ സെൻട്രൽ ചാനൽ, നമ്മളുടെ സ്പൈനിൻ്റെ അടിയിൽ നിന്ന് മുകളിൽ വരെ പോകുന്ന ചാനൽ, ഒരു നാഡി അവിടെ ഇരിക്കുകയാണ്. അത് നമ്മളുടെ ബോഡിയിൽ വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ദർ ഈസ് സംതിങ് റോങ് എന്ന് നമുക്ക് മനസ്സിലാവുക. ലൈക്ക് ഇപ്പോൾ എൻ്റെ ഒരു കണ്ണ് ഇവിടെ 3ാമതൊരു സാധനം കണ്ണുണ്ട്, പക്ഷെ അത് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ അത് വർക്കായാൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നാഡി ഒരെണ്ണം ഫുൾ വയറിങ്ങിൽ അവിടെ ഉണ്ട്, അത് വർക്കാവാതെ ഇരിക്കുകയാണ് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും. അതെങ്ങനെ വർക്കാക്കുന്നു, അതെന്തിന് വർക്കാക്കുന്നു എന്നുള്ളത് പറഞ്ഞു തന്നിട്ട് നമ്മൾ ആ ബ്രീത്തിങ് ടെക്നിക്കിലേക്ക് ഉടനെ പോകും. അപ്പോൾ എന്താ പറയുക, ഈ 2 സൈഡ്സും തമ്മിൽ എങ്ങനെയാണ് ഇത് ഓപ്പൺ ആക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ 2 സൈഡ്സ് ഇടയും പിങ്കളയും തമ്മിൽ ഒരു ബാലൻസിൽ എത്തുമ്പോഴാണ് ഇത് ഓപ്പൺ ആവുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ലൂണാർ സൈക്കിളും സോളാർ സൈക്കിളും തമ്മിൽ ഒരു ബാലൻസിലെത്തണം. നിങ്ങൾ ആക്റ്റീവും ആയിരിക്കും, നിങ്ങൾ പാസീവും ആയിരിക്കും, നിങ്ങൾ റിസെപ്റ്റീവും ആയിരിക്കും, നിങ്ങൾ എന്താ പറയുന്നത് റിയാക്റ്റീവും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരേ സമയം എനിക്ക് ദേഷ്യം തോന്നുകയും പക്ഷേ ഞാൻ കാമുമായിരിക്കും. എനിക്ക് പഠിക്കണമെന്ന് തോന്നും, പക്ഷേ എനിക്ക് എണ്ണീറ്റിരുന്ന് കിളയ്ക്കാനും തോന്നും. ഈ സാധനങ്ങളുടെ എല്ലാം ഒരു യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്കിന്, എസോട്ടറിക് ട്രഡീഷൻസിന്, അല്ലെങ്കിൽ വേദിക് ശാസ്ത്രാസ്, അല്ലെങ്കിൽ താന്ത്രിക് പ്രാക്ടീസുകൾക്ക് എല്ലാം, ഭൂമിയിലുള്ള എല്ലാ എസോട്ടോറിക് അല്ലെങ്കിൽ വേദാസ്, ശാസ്ത്രാസ്, തന്ത്രാസ് എന്തെടുത്താലും ഈ കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇടയും പിങ്കളയും തമ്മിലുള്ള യൂണിയൻ, ദ യൂണിയൻ ഓഫ് 2 പോയിന്റ്സ്. ആൽക്കെമിസ്റ്റുകൾ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ ഇതിനെ ദ സേക്രഡ് മാരേജ് എന്ന് പറയുന്നു. താന്ത്രികാസ് ഇതിനെ എന്താ പറയുന്നത് അറിയാവോ? യൂണിയൻ ഓഫ് ശിവ ആൻഡ് ശക്തി എന്ന് പറഞ്ഞാൽ
മാസ്കുലിനും ഫെമിനിനും ആവുമ്പോഴാണ് നമ്മൾ പൂർത്തിയാവുന്നത്, നമ്മളുടെ ചാനൽസ് ഓപ്പൺ ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ശിവൻ ശക്തി എന്ന് പറയുന്ന ഡെപ്പിക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീസ് ഹാഫ് മാൻ ആൻഡ് ഹാഫ് വുമൺ, അർദ്ധനാരീശ്വരൻ എന്നാണ് പറയുന്നത്. ഗോഡാണ് പുള്ളി. ലൈക്ക് ഹ്യൂമന് ഗോഡ് ആവണമെങ്കിൽ അർദ്ധനാരി ആവണമെന്നാണ് പറയുന്നത്. നീ ആണുമാവണം, നീ പെണ്ണുമാവണം, ഒരേ ആള് തന്നെ. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റർ, നമ്മുടെ സുഷുമ്ന നാഡി ആക്ടിവേറ്റ് ആവുകയും നമ്മുടെ എനർജി അപ്വേർഡ്സിലോട്ട് ക്യാരി ചെയ്ത് റൈസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ ഇടയും പിങ്കളയും, ഒന്നെങ്കിൽ ഇട ഓപ്പൺ ആയിരിക്കും അല്ലെങ്കിൽ പിങ്കള ഓപ്പൺ ആയിരിക്കും. നമ്മൾ നേസൽ സൈക്കിൾ വെച്ച് പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് സാധനവും മീറ്റ് ചെയ്യുന്നത്? എവിടെ വെച്ചാണ് ഈ ബോഡി രണ്ടുമാവുന്നത്? റിയാക്റ്റീവും റിസപ്റ്റീവും ഒരുമിച്ച് എങ്ങനെയാവുമെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കുറേ വട്ടം പറഞ്ഞിരുന്നു. അപ്പം ഓർമ്മയുള്ളവർക്ക് മനസ്സിലാവും. ദ പോസ്, നമ്മൾ ആ പോസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ രണ്ടും മീറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇടനാടിയും വർക്ക് ചെയ്യുന്നില്ല, കാരണം കാറ്റ് പോവോ വരുവോ ചെയ്യുന്നില്ല. പിങ്കള നാടിയും വർക്ക് ചെയ്യുന്നില്ല, പോവോ വരുവോ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇതൊരു കറണ്ട് റൺ ചെയ്യുന്ന പോലെ ഒരു എനർജി ചാനലാണ്. നമ്മളുടെ ദേഹത്ത് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഒരു ചാനലാണ്. ഞാൻ വലിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ചാനലില്ല. കാരണം ഇത് നാഡിയാണ്, നമുക്ക് മുറിച്ച് നോക്കിയാൽ കാണത്തില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വയറിൽ ബൾബ് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വിച്ച് ഇട്ട് കറണ്ട് വന്നുകൊണ്ടിരുന്നാലേ ഈ വയർ ലൈവ് ആവും. സ്വിച്ച് ഓഫ് ചെയ്ത് ശ്വാസം ഇല്ലെങ്കിൽ കറണ്ട് ഇല്ല. നമ്മുടെ സെൽസിന്റെ സിനാപ്റ്റിക് റെസ്പോൺസസും അല്ലേ? യെസ്, അതുപോലെ എന്ന് പറയാം. അപ്പോൾ ഈ ബ്രത്തിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള പോയിന്റ്, നീ ഇട അല്ല, നീ പിൻകളയും അല്ല, നീ സെൻറ്ററിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നിങ്ങൾ ആ ഡോർവേ, ആ സെൻറ്റർ ഡോർവേയുടെ അവിടെയാണ് നിൽക്കുന്നത്. ആ മൊമെൻ്റ് ആണ് എസോട്ടറിക്കും ജീസസും ഒക്കെ പറഞ്ഞു വന്ന ദ സേക്രഡ് മാരേജ് ബിറ്റ്വീൻ ദ യൂണിയൻ എന്ന് പറയുന്നത്. ആ യൂണിയൻ എന്ന് പറയുന്ന സേക്രഡ് മാരേജിനെ പറ്റി പറയുന്നത്. ഇവിടെ സെൻറ്റർ ഓപ്പൺ ആകുമ്പോഴാണ് നമ്മളെ എനർജി റൈസ് ആവുന്നത്. അപ്പോൾ ഈ റിലേറ്റഡ് ടു ക്രൈസ്റ്റും എസോട്ടറിക് നോളജും ഒക്കെ എന്ന് പറയുമ്പോൾ പുള്ളി വേറൊരു പഠനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ദ അസെൻഡ് ടു ദ ഹെവൻ എന്ന് പറയുന്നുണ്ട്. ആ അസെൻഡ് ടു ദ ഹെവൻ പുള്ളി പറയുന്നത് 7 സെൻറ്റേഴ്സിൽ കൂടെ ചെന്നാണ് നമ്മൾ ഹെവനിൽ എത്തുന്നത്. അത് തന്നെ ബൈബിളിൽ പറഞ്ഞ് 7 സ്ഥലങ്ങളാക്കി. ഒന്ന് നീ ഇവിടെ പോകണം, മറ്റേ അമ്പലത്തിൽ പോകണം, എല്ലാം മാറ്റിയിട്ടുണ്ട്, കഥകളാക്കി വെച്ചിട്ടുണ്ട്. അത് മിസ്ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അപ്പോൾ ഈ 7 സെൻറ്റേഴ്സ് പോലെ നമ്മളുടെ വേദാസിലും പറയുന്നുണ്ട്, നമ്മളുടെ താന്ത്രിക് നോളജിലും പറയുന്നുണ്ട് 7 ചാക്രാസിനെ പറ്റി. ഈച്ച് ചാക്ര നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ മൂലധാര മുതൽ നമ്മളുടെ ഏറ്റവും മുകളിൽ വരെയുള്ള 7 ചാക്ര സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നാഡി സെൻറ്റേഴ്സ് ഇല്ലേ, ഈ 7 സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ 100 കണക്കിന് നാഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ സ്വിച്ചുകളാണ്. 7 സ്വിച്ചുകളാണ് ഉള്ളത്. ഈ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള 7 സ്വിച്ചുകളാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും ബേസിൽ നമ്മളുടെ സ്വിച്ച് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, സേഫ്റ്റി, സർവൈവൽ, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന് മുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ പ്ലഷർ, ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വരും. അതിന് മുകളിൽ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വിൽ പവറൊക്കെ വരും. അതിന് മുകളിൽ ലവ്, കണക്ഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും. അതിന് മുകളിൽ എക്സ്പ്രഷൻ, വോയിസ്, എൻ്റെ അതോറിറ്റി വരും. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിഷൻ, നമ്മുടെ ഇന്നർ എൻജിനീയറിങ്, തേർഡ് ഐ എന്നുള്ള കാര്യം പറയും. അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മുടെ ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞാൽ ദ കണക്ഷൻ ടു ദി സോഴ്സ്. നമ്മൾ എന്തിൽ നിന്നാണോ എനർജിയും ലൈഫും സോളും ഒക്കെ വരുന്നത് അതിലേക്കുള്ള കണക്ഷനാണ് ആ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 99% ആളുകളും ഈ ചാനൽ ബ്ലോക്കായിട്ടാണ് ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ ചാക്ര പോയിൻറ്റ്സും ക്ലോസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ലെവൽസിലാണ് 98% ആളുകളും ലോകത്ത് ജീവിക്കുന്നത് 7ാമത്തെ ചാക്ര പോയിന്റിലും, ഒരു 1.99% ജീവിക്കുന്നത് 6ാമത്തെ ചാക്ര പോയിന്റിലും. ആ 0.001 ആളുകളെ ഇതിന് മുകളിലോട്ട് പോയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ ലോവസ്റ്റ് റീജിയനിലുള്ള ആളുകൾക്ക് വികാരങ്ങളുടെ എണ്ണം കുറവാണ്. അവർ വിചാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ 4 സാധനമെന്നാണ്. ആങ്കർ, സർവൈവൽ, അല്ലെങ്കിൽ സെക്ഷൽ പ്ലഷർ, അല്ലെങ്കിൽ മണി. അവരുടെ ആ ഒരു 4 റിയാലിറ്റീസേ ഇതിനറിയത്തുള്ളൂ. അടുത്ത ചാക്ര ഓപ്പൺ ആകുമ്പോഴേ അയ്യോ വേറെ കുറച്ച് കാര്യങ്ങളും ഉണ്ടല്ലേ, അങ്ങനെ ഓരോന്നും ഓപ്പൺ ആയി വരുമ്പോഴാണ് നമ്മൾ
വേറെ വേറെ തലങ്ങളിലേക്ക് എക്സ്പോസ് ആവുന്നത്. അപ്പം ഏറ്റവും ലോവസ്റ്റിലായിട്ട് കിടക്കുന്നവർക്ക് ആങ്കർ, ഇമോഷൻസ്, സെക്സ് അല്ലെങ്കിൽ സർവൈവബിലിറ്റി അല്ലെങ്കിൽ മണി, ഇതൊക്കെ മാത്രമേ അവർക്ക് അനുഭവിക്കാനും ഇതൊക്കെ കിട്ടിയാലേ അവർക്ക് സന്തോഷം വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷന് ട്രൈ ചെയ്യണം. ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സത്യം അറിയണം, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഉള്ളിൽ പോകണം, എനിക്ക് ലോകങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ കിടക്കുന്നത് ഈ ഒരു ലോ ലെവലിൽ കിടന്നിട്ടാണ്. നിങ്ങൾ ഹീലിംഗ്, റൈക്കി ഹീലിംഗ്, താന്ത്രിക് ഹീലിംഗ് 5000 രൂപ എടുത്ത് കോഴ്സ് പഠിച്ചിട്ട് മാജിക് ഹീലിംഗ് ട്രൈ ചെയ്യുന്നത് ഈ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ കിടന്നിട്ടാണ്. നിങ്ങൾ പുതിയതായിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഈ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ കിടന്നിട്ടാണ്. ലൈക്ക് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ അതിൻ്റെ എനർജി ചാനൽ ചെയ്യുന്നത് ഈ ഒരു 4-5 വികാരങ്ങളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂ. കാരണം നിങ്ങൾക്ക് അതേ അറിയത്തുള്ളൂ. മനസ്സിലായോ? അപ്പം എനർജി ഹയർ ആയിട്ട് പോകും തോറും നിങ്ങളുടെ കൂടുതൽ എനർജി സെൻറ്റേഴ്സ് ഓപ്പൺ ആവുകയും നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ പവറും നിങ്ങളുടെ ഇമാജിനേഷനും നിങ്ങളുടെ വെളിയിൽ നിന്ന് വരുന്ന ആഗ്രഹങ്ങളും എല്ലാം മാറും. അപ്പോൾ ഈ നമ്മളുടെ ആൻസിസ്റ്റേഴ്സിന് ഇതറിയായിരുന്നു എന്ന് പറഞ്ഞാൽ താന്ത്രിക്സുകൾക്കും വേദിക്സുകൾക്കും ഓൾഡ് നമ്മുടെ മാസ്റ്റേഴ്സിനും യോഗീസിനും ഇവർക്കെല്ലാം ഇതിനെപ്പറ്റി അറിയായിരുന്നു. ഇത് ഇവർ മനസ്സിലാക്കിയിട്ട് ഈ റിയാലിറ്റിയെ കൺട്രോൾ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാനും വേണ്ടിയാണ് ഓരോരോ റിച്വൽസും ഓരോരോ പ്രാക്ടീസസും മന്ത്രാസും യോഗാസും തന്ത്രാസും ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ സാധനങ്ങൾ ഓപ്പൺ ചെയ്യാനും അവർ മുകളിലേക്ക് പോകാനും വേണ്ടിയാണ്. നമ്മൾ ഈ പേരെല്ലാം കേട്ടിട്ടുണ്ട്. തന്ത്രകൾ, മന്ത്രങ്ങൾ, എന്താ പറയുന്നത്, സാധന ചെയ്യുക, മന്ത്രം പറയുക, ചില യോഗ പ്രാക്ടീസ് ചെയ്യുക, ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിനാണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. നമുക്ക് ഇതിൻ്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ. ഇതിൻ്റെ പർപ്പസ് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മുകളിലൊക്കെ ഓപ്പൺ ആക്കണമെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ട്, എനിക്കും തോന്നുന്ന പോലെ. ആ ഓപ്പൺ ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ സുഷുമ്ന നാഡി ഓപ്പൺ ആക്കി ആ ഒരു നാഡി ചാനൽ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന മന്ത്രാസും തന്ത്രാസും ഈ പറയുന്ന എന്താ പറയുന്നത് വേദാസിലോട്ടും ഒക്കെ പോകും. കാരണം അവരിലോട്ടൊക്കെ പോകാനുള്ള വഴിയാണിത്. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? ഈ ഒരു സുഷുമ്ന നാഡി ഓപ്പൺ ആക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ചാക്രാസും ചാക്രയുടെ പേരും അതിൻ്റെ ഫീൽഡ്, അതിൻ്റെ ഗുഡ് ബാഡ്, അതിൻ്റെ ലിസ്റ്റ് എടുക്കുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ ചുമ്മാ ആളുകൾ കോഴ്സസ് സെല്ല് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ആകെ അറിയേണ്ട കാര്യം ആ പോസ് എന്ന് പറയുന്ന കാര്യം, ആ 0 പോയിന്റ് നിങ്ങൾ അറിയണം. ആ 0 പോയിൻ്റാണ് നമ്മുടെ ഗേറ്റ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്ന നമ്മുടെ എനർജി റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് പലരും ദ അവേക്കനിങ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിന് ഈ അവേക്കനിങ് എന്ന് പറയുന്ന അതേ വാക്കുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മാനിഫെസ്റ്റേഷൻ. അതായിത്തീരുന്നു. ലൈക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും വിചാരിക്കുന്നത് എനിക്ക് കാറ് വേണം അല്ലെങ്കിൽ ബൈക്ക് വേണം. നോ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നാൽ അതായി തീരുന്നു. അവേക്കനിങ്, ഐ ആം ബിക്കമിങ് ദ സോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലോട്ട് കിടക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. കഴിഞ്ഞ എപ്പിസോഡ് ഫുള്ള് നമ്മൾ തിയറി പറഞ്ഞു തന്നു. ഈ എപ്പിസോഡ് നമ്മൾ നാഡീസിനെ പറ്റിയും പറഞ്ഞു തന്നു. ഇനി നമുക്ക് ചാപ്റ്റർ 2 കോൾഡ് ഗേറ്റ് ഓപ്പണിംഗ്. അപ്പോൾ ഈ ഗേറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. 3 സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ചെയ്യാനും വേണ്ടിയാണ്. കാരണം വെറുതെ നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു പോയിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവണം എന്നുള്ള വാശി ഉണ്ടായതുകൊണ്ടാണ് ഇത് സ്റ്റെപ്പൊക്കെ ആക്കി പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ദ ബെല്ലി ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ 3 സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് ബെല്ലി ബ്രീത്തിങ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഫുൾ ബ്രീത്തിൽ എന്ന് പറയും. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ പോസ് പ്ലസ് CD എന്ന് പറയും. വിഗ്യാൻ ഭൈരവ തന്ത്രം എടുത്താണോ? യെസ്, 100% വിഗ്യാൻ ഭൈരവ തന്ത്രം എന്നാണ്. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ എല്ലാം ഞങ്ങളുടെ സ്പെക്കുലേഷൻസ് ഒന്നും അല്ല. ആദ്യം പറഞ്ഞ 20 മിനിറ്റ് സയൻസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ വേദിക് സയൻസിലേക്ക് വന്നു. ഇനിയും വിഗ്യാൻ ഭൈരവ തന്ത്രയും
നമ്മളുടെ ജീസസിൻ്റെ ടീച്ചിങ്സും അതുപോലെ തന്നെ ഇപ്പം നടന്നു പോകുന്ന മെഡിറ്റേഷണൽ ടെക്നിക്സും എല്ലാം കൂടി വെച്ചാണ് പറയുന്നത്. ഇതൊന്നും ഞാൻ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതല്ല. ഇതൊക്കെ ശിവൻ പാർവതിയോടും ജീസസിൻ്റെ സ്റ്റുഡൻസിനോടും പറഞ്ഞ കാര്യമാണ്. വേണേ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കളഞ്ഞിട്ട് പോവാം. ലൈക്ക് ഇതൊക്കെ അറിയാവുന്നവർക്ക് വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ദ ബെല്ലി ബ്രീത്തിങ്, അല്ലെങ്കിൽ വയറ് കൊണ്ടുള്ള ശ്വാസം എടുക്കൽ എന്നാണ് പറയുന്നത്. 99% ആളുകളും നമ്മൾ ചെസ്റ്റിൽ കൂടാണ് ബ്രീത്ത് ചെയ്യുന്നതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ലങ്സ് വേറെ ചെസ്റ്റ് വേറെ. ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളോടൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങളിപ്പം ഇങ്ങനെ എടുക്കുമ്പം നമ്മൾ ഇതാണ് കറക്റ്റ് എന്നാണ് വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷോൾഡർ റൈസ് ചെയ്യും, നിങ്ങളുടെ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യും, നമ്മളുടെ സ്റ്റൊമക്ക് പക്ഷേ അതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ ഡീപ്പ് ബ്രത്ത് എടുക്കാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനൊന്ന് വലുതാവും, നമ്മളെ ചെസ്റ്റും ഷോൾഡറും ഒക്കെ ബ്രോഡൺ ആവും, നമ്മളുടെ ഇതെല്ലാം എക്സ്പാൻഡ് ആവും, പക്ഷെ വയറിൽ ഒരു വ്യത്യാസവും വരത്തില്ല. യഥാർത്ഥത്തിൽ ഇത് ഷാലോ ബ്രത്തിൻ്റെ ടെക്നിക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, നമ്മളുടെ ബ്രത്ത് ഓഫ് സ്ട്രെസ് ഇല്ലേ, സ്ട്രെസ് ബ്രത്തിൻ്റെ ടെക്നിക്കുകൾ മാത്രമാണിത്. എന്ന് പറഞ്ഞാൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓൺ ആവുന്നത് മാത്രമേ നടക്കൂ. നിങ്ങൾ കൂടുതൽ സർവൈവൽ മോഡിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഈ ബ്രത്തിനെ പറ്റിയുള്ള ടെക്നിക്ക് അറിയാതെ നിങ്ങൾ കണ്ണടച്ച് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം, എനിക്ക് ഇൻവേർഡ് ആവണം, എനിക്ക് ജീവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓണാക്കി ഇരുന്നാൽ നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾ എവിടെങ്കിലും നിങ്ങളുടെ ബോഡിയോട് പറയുന്നത് എന്തോ ഡേഞ്ചർ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ഇൻവേർഡ് പോകാൻ പറ്റുന്നില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഞാൻ കണ്ണടയ്ക്കുമ്പോൾ തോട്ട്സ് വരുവാണ്. ബ്രോ, നിങ്ങളുടെ ബോഡിയോട് പറയും എന്തോ പുലിയോ കടുവയോ ഇപ്പം വരും എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുക. അപ്പോൾ ബോഡി വിചാരിക്കും ഇവ എന്തിനീ കണ്ണടച്ചിരിക്കുന്നത്, കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇളക്കും. അപ്പം അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനെ ഷട്ട് ഡൗൺ ചെയ്യണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ബ്രത്തിനെ കട്ട് ചെയ്തിട്ട്, നിങ്ങൾ സർവൈവൽ ബ്രത്തിനെ കട്ട് ചെയ്തിട്ട് ദ ബ്രെത്ത് ഓഫ് ലിവിങ്ങിലോട്ട് വരണം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് പ്രോപ്പർലി ബ്രീത്ത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിക്കണമെങ്കിൽ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങളെ ബ്രീത്ത് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഇത് ഞാൻ ആരുമല്ല, നിങ്ങളിത് ഫോളോ ചെയ്യണമെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല, അറിയാവുന്ന കാര്യം പറഞ്ഞു തരികയാണ്. എടുക്കാതിരിക്കാം, കാണാതിരിക്കാം. 30 സെക്കൻഡ് ഇഷ്ടപ്പെട്ടില്ല സ്കിപ്പ് ചെയ്തു. ഓഫ് കോഴ്സ്. പക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്യൂല, അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് നിങ്ങൾ ബ്രീത്ത് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ ബോഡി റിലാക്സ് ചെയ്യണം. നിങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ തറയിൽ കിടക്കുക. ലൈക്ക് ബെഡിൽ കിടക്കരുത്. ബെഡിൽ കിടക്കുന്നത് ഭയങ്കര ബോഡിയിൽ മസിൽ സ്ട്രെസ് ഉണ്ടാക്കും. നിങ്ങൾ തറയിൽ ഹാർഡായിട്ടുള്ള അവിടെ കിടക്കുക, അല്ലെങ്കിൽ ഒരു മാറ്റ് വിരിച്ചോ അല്ലെങ്കിൽ ഒരു ഷീറ്റ് വിരിച്ചോ തറയിൽ ഹാർഡ് സർഫസിൽ കിടക്കുക. ബെഡിലാവരുത്, അത് 100% നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈയെടുത്ത് നിങ്ങളുടെ വയറ്റിൽ വെക്കുക, അല്ലെങ്കിൽ കൈയെടുത്ത് വെക്കണ്ടെങ്കിൽ കയ്യിൽ തറ വെച്ചിട്ട് ഒരു ചെറിയ ബുക്കോ അല്ലെങ്കിൽ ചെറിയൊരു സാധനവും എടുത്ത് വയറ്റിൽ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ചെസ്റ്റ് സ്റ്റില്ലാക്കി വെച്ചിട്ട് നിങ്ങൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറിൽ കൂടെ ബ്രീത്ത് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾ ബ്രീത്ത് എടുക്കുമ്പോൾ നിങ്ങളുടെ വയർ ആദ്യമേ നിറയണം. ലൈക്ക് സ്റ്റൊമക്ക് ബ്രെത്ത് എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. നമ്മളിത് പറയുമ്പം ആദ്യമേ നിങ്ങൾക്ക് എളുപ്പമായിട്ടൊക്കെ തോന്നും. നിങ്ങളിപ്പോൾ ഇരിക്കുമ്പം വയറ് നിറയ്ക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ അത്ലീറ്റ്സിന്, എസ്പെഷ്യലി എൻഡ്യൂറൻസ് അത്ലീറ്റ്സിന് ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ ഈ ഡയഫ്രം ഫില്ലിംഗ് എന്ന് പറയും. ഇപ്പം നമ്മൾ മാരത്തോൺ ഓടുന്ന അത്ലീറ്റ്സിനൊക്കെ മസിൽ സ്റ്റിച്ചസ് എന്ന് പറയുന്ന സാധനമുണ്ട്. കാരണം മസിൽ പിടിക്കും. ശരിക്കും അത് മസിൽ ക്രാംസ് അല്ല, സെൽസിലും എനർജി സിസ്റ്റത്തിന് പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പം നമ്മൾ നിൽക്കണ്ടെന്ന് പറയുമ്പം ജസ്റ്റ് വയറ്റിൻ്റെ ഇവിടെ കൈ വെക്കുക, വയറ് നിറയ്ക്കുക, എന്നിട്ട് റിലാക്സ് ചെയ്യുക, വയറ് നിറയ്ക്കുക എന്നുള്ള ടെക്നിക്ക്. അത് തന്നെയാണ് ഇവിടെ. ഇതൊക്കെ വിഗ്വാൻ ഭൈരവ തന്ത്ര എന്നാണ് ഇവന്റെ അത്ലീറ്റ്സ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പറയുന്ന പോലെ വയറ് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്വസിക്കുമ്പോൾ നിങ്ങൾ വയറ്റിലോട്ട് നോക്കുമ്പോൾ ആ വയറ്റിൽ വെച്ച ബുക്കില്ലേ, ചെറിയൊരു ബുക്ക്, ആ ബുക്ക് വെച്ച എന്തിനാന്ന് വെച്ചാൽ ഇത് പൊങ്ങുന്നതും താഴുന്നതും നിങ്ങൾക്ക് അറിയണം. ആ ബുക്ക് പൊങ്ങുകയും താഴുകയും ചെയ്യണം. ചെസ്റ്റ് അവിടെ തന്നെ ഇരുന്നോട്ടെ, ചെസ്റ്റ് അനക്കണ്ട. വയറിൽ നിങ്ങൾക്ക് കുടവയറ് പോലെ ആവണം, ചെറിയ വയറ് പോലെ ആവണം. അങ്ങനെ ചെയ്യണം. അത് ചെയ്യുന്നത് ആദ്യമൊന്നും പറ്റത്തില്ല. അത് കാണുമ്പം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക്
ആദ്യമേ പറ്റാതെ നമ്മളുടെ വയറ് നിറയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ നാച്ചുറൽ ബ്രീത്തിങ് രീതിയിൽ നിന്ന് നമ്മൾ എന്തോരം മാറിപ്പോയി എന്നുള്ളതാണ്. ലൈക്ക് ഒറിജിനലിൽ മനുഷ്യൻ ബ്രീത്ത് ചെയ്യേണ്ടത് അങ്ങനെയാണ്, അത് നമുക്ക് പറ്റുന്നത് പോലുമില്ല. ഇപ്പം നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ബേബി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഉറങ്ങിക്കിടക്കും, അനിയനോ അനിയത്തിയോ വീട്ടിലുണ്ടെങ്കിൽ പോയി നോക്കുമ്പോൾ അവർ ശ്വസിക്കുമ്പോൾ അവരുടെ വയറിങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. ലൈക്ക് കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ വയറിൽ കൂടെയാണ് അവർ ശ്വസിക്കുന്നത്. അതാണ് നമ്മുടെ നാച്ചുറൽ ബ്രെത്ത് പാറ്റേൺ. അതുകൊണ്ടാണ് അവർ സുഖമായിട്ട് ചിരിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നത്. സ്ട്രെസ്സ് അല്ലെങ്കിൽ സർവൈവബിൾ മോഡ് അല്ലെങ്കിൽ ത്രെട്ട്, ആ മോഡാണ് ചെസ്റ്റ് കൊണ്ടുള്ള ബ്രീത്തിങ്. അതാണ് ഞാനും നീയും നിങ്ങളും എല്ലാം എപ്പോഴും എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഹോൾ ലൈഫ് ഒരു ത്രെട്ടിലാണെന്നാണ് നമ്മളുടെ ബോഡിയോട് പറയുന്നത്. അതുകൊണ്ടാണ് ബോഡിക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയമില്ലാതെ എപ്പോഴും നമ്മളുടെ സെൻസസ് 10 ടൈംസ് അലേർട്ടാക്കി ഇട്ടിരിക്കും. അതുകൊണ്ടാണ് രാത്രി ഉറങ്ങാൻ പറ്റാത്തത്. കാരണം നമ്മൾ രാത്രി സ്ട്രെസ് ബ്രീത്തിങ് ചെയ്ത് ഉറങ്ങിക്കിടന്നാൽ നമ്മൾ എന്തോ പറയുന്നത്, ബോഡിയോട് പറയുന്നത് എന്തോ പ്രശ്നം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കും. ലൈക്ക് കോൺട്രഡിക്റ്റിംഗ് ആണ്. നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുന്ന ബോഡി നമ്മളെ ഉണർത്താൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ബ്രീത്തിങ് ടെക്നിക്ക് നിങ്ങൾ വയറ് കൊണ്ട് ബ്രീത്ത് ചെയ്യാൻ തറയിൽ കിടക്കുക, ഒരു ബുക്കോ കയ്യോ അവിടെ എടുത്ത് വെച്ചിട്ട് കയ്യോ ബുക്കോ അനങ്ങുന്ന പോലെ വയർ വലുതാക്കുക ചെറുതാക്കുക. അത് നിങ്ങൾക്ക് പറ്റും. അത് നിങ്ങളൊരു ദിവസം ഒരു 10 മിനിറ്റ് കൊണ്ടെങ്കിലും ചെയ്ത് പഠിക്കുക. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് മാറുന്നത് അറിയാൻ പറ്റും. നിങ്ങളിത് അടിച്ച് കിറുങ്ങി ഉറങ്ങിപ്പോവും. മനസ്സിലായോ? ആങ്സൈറ്റി ഇല്ലാതെ നിങ്ങൾ ഡെക്കേഡ്സിന് 10-20 വർഷത്തിന് ശേഷം ആങ്സൈറ്റി ഇല്ലാതെ ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് ഇത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു സാധനം വലുതാക്കി ചെറുതാക്കി വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എണ്ണീറ്റ് നടക്കുമ്പോഴും രാവിലെ ഓഫീസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകുമ്പോഴും അടിവയറ്റിൽ വല്ലാത്തൊരു ശക്തി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ലൈക്ക് വളരെ മാസ്കുലിൻ അല്ലെങ്കിൽ വളരെ ഫെമിനിൻ, ഈ വിച്ച് എവർ യു ആർ, അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒരു ഫയർ ഉള്ള പോലെ. എവിടെ പോയാലും ഇന്ന് കൊള്ളാലോ, ഇന്ന് ഞാൻ ആക്റ്റീവ് ആണല്ലോ എന്ന് പറയുന്നൊരു സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെ റൂട്ട് ചാക്രയിൽ നിന്ന് പരിപാടി തുടങ്ങിയെന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 20-30 ഇയേഴ്സ് ഞാൻ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുക. നിങ്ങളുടെ ഈ ബ്രീത്തിങ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു 20-30 വർഷം ഓടാതെ കിടന്ന ഒരു ട്രെയിനിനകത്ത് നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രോസസ്സാണ്. ലൈക്ക് ഇന്നെടുത്ത് ഓടിച്ചോണ്ട് അത് ഡൽഹി പോകാൻ പറ്റത്തില്ല. അത് തീയിട്ട് കുറേ കോളൊക്കെ ഇട്ട് കത്തിച്ച് പൊട്ടി തെറിച്ച് ചുക്ക് വരുത്തണമെങ്കിൽ ഇച്ചിരി പാടാണ്. ഒരു 10 ദിവസം മെയിൻ്റനൻസ് വേണ്ടി വരും. അപ്പോൾ നമ്മളത് ഫയർ ഇട്ട് കത്തിക്കുകയാണ്. കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും, നിങ്ങൾ എണീക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നിങ്ങൾക്ക് ഇതെന്താ എനിക്ക് ഇത് ഐ എം ഫീലിംഗ് വെരി ഗുഡ് എന്നുള്ളൊരു സാധനം വരും. അത് വന്നു കഴിഞ്ഞാൽ മനസ്സിലായിക്കോ, നിങ്ങളുടെ ട്രെയിൻ സ്റ്റാർട്ടായി തുടങ്ങി. ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല. എന്നും നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ അവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ സ്റ്റേജ് 2 പോവാം. കിടന്ന് നിങ്ങൾ ബ്രത്തൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് 2 ആണ് ഫുൾ ബ്രത്ത് എന്ന് പറയുന്ന സാധനം. നമ്മൾ ബെല്ലി ബ്രത്ത് പഠിച്ചു. ഇനിയും ഫുൾ ബ്രത്ത് എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഫുൾ ബ്രത്ത് എന്ന് വെച്ചാൽ ബെല്ലി ബ്രത്ത് കഴിഞ്ഞിട്ട് ആ ബ്രത്തിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ബെല്ലി നമ്മൾ ബുക്ക് വെച്ചോ കൈ വെച്ചോ ആദ്യത്തെ 3-4 ദിവസം മതി. അത് കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും, നമ്മളുടെ നാച്ചുറലായിട്ട് അതങ്ങനെ നടക്കും. അപ്പോൾ നമ്മുടെ ബെല്ലി ഫുള്ളാവും. ഫുള്ളായി കഴിഞ്ഞിട്ട് നിങ്ങൾ ബെല്ലി താക്കരുത്. ഫുള്ളായി കഴിഞ്ഞിട്ട് ആ പ്രോസസ്സ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. ടേക്ക് മോർ ബ്രെത്ത്. അപ്പോൾ നിങ്ങളുടെ വലിയ വയറും ചെസ്റ്റും എക്സ്പാൻഡ് ആവും. ആദ്യമേ വയറ് നിറയ്ക്കുക, രണ്ടാമത് ആ ചെസ്റ്റിലേക്കും വായി കൊണ്ടുവന്ന് നിറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകം, വയറിന് പകരം ചെസ്റ്റ് നിറയ്ക്കുകയല്ല, വയറ് നിറച്ചതിന് ശേഷം അതേ ബ്രത്തിൽ തന്നെ എന്ന് വെച്ചാൽ വയറ് ഫുള്ളായതിന് ശേഷം ബാക്കി അതേ ശ്വാസത്തിൽ തന്നെ ചെസ്റ്റും വലുതാക്കുക. അങ്ങനെയാണ് യഥാർത്ഥ ബ്രത്ത് വരേണ്ടത്. അതാണ് ഒരു 1 ഫുൾ ബ്രത്ത്.
നിങ്ങൾ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 5 ദിവസം ഫുൾ പ്രാക്ടീസ് ചെയ്യുക. ചിലവർക്ക് ഒരു ദിവസം മതിയാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 30-20 വർഷത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഫുൾ ബ്രത്ത് എടുത്തേക്കുക. This is exactly endurance athlete ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾ. അപ്പം പ്രോഗ്രസീവ് ആയിട്ട് ബോഡിയിൽ കോർട്ടിസോൾ ആവുമല്ലോ ഈ 40-30 കിലോമീറ്റർ ഓടുമ്പോൾ. അപ്പം ലെവല് കുറയ്ക്കാൻ മസിൽസ് എല്ലാം ലാക്റ്റിക് ആസിഡ് ആവും. മസിൽസ് എല്ലാം ലാക്റ്റിക് ആസിഡ്, ഓക്സിജൻ ഇല്ല. അപ്പം എക്സാക്ട് ടെക്നിക്ക് ഇതാണ്. ഡയഫ്രം നിറയ്ക്കുക, എന്നിട്ടും ബ്രീത്ത് ചെയ്യുക, എന്നിട്ട് പയ്യെ എക്സേൽ ചെയ്യുക. ഇത് തന്നെ ഇതൊരു 5 മിനിറ്റ് ചെയ്ത അത്യാവശ്യം മസിൽസ് എല്ലാം റിലാക്സ് ആവുമെന്ന് പറയണത്. അത് റിലാക്സ് ആയാൽ പറ്റും. ഇത് സയൻസ് ആണ്. അപ്പൊ ഇത് തന്ത്രം മാത്രമല്ല, നിന്റെ മോഡേൺ സയൻസിനെ പറ്റിയാണ് ഇവൻ പറയുന്നത്. അപ്പോ ഈ ചെസ്റ്റ്, അത് കഴിഞ്ഞ് ബെല്ലി കഴിഞ്ഞ് ചെസ്റ്റ് എടുക്കുന്നത് 1 ഫുൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോട്ടം ടു ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടിവയറ്റിൽ നിന്ന് എനർജി അല്ലെങ്കിൽ നാഡി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കോൺഷ്യസ്നെസ് ആണ് നമ്മൾ വലിച്ചു കയറ്റുന്നത്. വയറ്റിൻ്റെ അടിയിൽ നിന്ന് റൂട്ട് ചാക്രയിൽ നിന്ന് മുകളിലേക്ക് വന്ന് നമ്മളെ എത്രയും മുകളിലേക്ക് ബ്രത്ത് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും മുകളിലേക്ക് ബ്രത്ത് കൊണ്ടുപോവുക. ഇത് നിങ്ങൾ നാച്ചുറലായിട്ട് സംഭവിക്കുന്നവരെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫീസിൽ പോയിരിക്കുമ്പോൾ ഇങ്ങനെ ശ്വസിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ബിക്കോസ് യു ആർ സ്ട്രെസ്ഡ്. കാരണം ഓഫീസിൽ പോയി ഇരുന്ന് 5 ക്ലയൻസിൻ്റെ മീറ്റിംഗ് 10 മിനിറ്റ് ചെയ്ത് തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ക്ലയൻസിൻ്റെ പാട്ടിന് പോകും. ഇറ്റ് ഈസ് നോട്ട് എ ടൈം ഫോർ റിലാക്സേഷൻ. വാർ വരുമ്പോൾ നിങ്ങൾ യുദ്ധത്തിന് പോവുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുദ്ധമില്ല എന്നുള്ളത് ബോഡിയോട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഇത് എപ്പോഴും എല്ലാത്തിൻ്റെ ഒരു സമയവും കാലവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ഇത് ചെയ്ത് നാച്ചുറലാക്കി കൊണ്ടുവരിക. അപ്പോൾ നിങ്ങളുടെ ബോഡി മറന്നു പോയ ഒരു ഫുൾ ബ്രത്ത് കൊണ്ടുണ്ടാവുന്ന ആ ഒരു ഫ്രൂട്ടിനെ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങളിത് എന്നും തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ചെയ്യും. അതുകൊണ്ടാണ് യോഗ ചെയ്യുന്നവർ അല്ലെങ്കിൽ ബ്രത്ത് കൺട്രോൾ ചെയ്ത് ഇതെന്താണെന്ന് മനസ്സിലായവർ എല്ലാ ദിവസവും വീട്ടിൽ പോയി പിന്നെയും രാത്രി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർക്ക് വട്ടൊന്നുമില്ല. ആർക്കും ഒരു ഗുണവും ഇല്ലാതെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് റഷ് ചെയ്യരുത്. ഈ പ്രോസസ്സ്, ഈ ബെല്ലി വലുതാക്കിയിട്ട് ചെസ്റ്റ് വലുതാക്കി അങ്ങനെ കൊണ്ടുവന്ന് ബ്രത്ത് വെറുതെ റഷ് ചെയ്യരുത്. പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ചെയ്യരുത്. എനിക്ക് 2 ദിവസം കൊണ്ട് ഇത് പഠിച്ചു തീർക്കണം, എനിക്ക് കഴിവ് കൂടുതലാണ് എന്നൊക്കെ തോന്നും. ഈ തോന്നലെല്ലാം കൊണ്ടുവരുന്നത് നമ്മളെ ഗേറ്റ് കീപ്പറാണ്. നമുക്ക് ഈ കോൺഷ്യസ് മൈൻഡ് പറയുന്ന ഒന്നും കേൾക്കണ്ട, അവൻ പറയുന്നതിന് ഓപ്പോസിറ്റ് ചെയ്യുക. ചിലപ്പം എനിക്ക് കഴിവ് കൂടുതലാണ്, ഞാൻ കൂടുതൽ താന്ത്രിക്കാണ്, എനിക്ക് കഴിവ് കൂടുതലാണെന്നൊക്കെ നമുക്ക് തോന്നും. നോ, ഇതൊന്നും കേൾക്കരുത്. എൻജോയ് ദ പ്രോസസ്സ്. ഓരോ ബ്രത്തും അടിപൊളിയായിട്ട് ഇരിക്കുക, ചിരിക്കുക, അല്ലെങ്കിൽ സന്തോഷമായിട്ട് എടുക്കുക. പെട്ടെന്ന് ചെയ്ത് പഠിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ലോവർ ആക്കി പതുക്കെ പഠിക്കുക. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. തോന്നുമ്പോൾ നിർത്തുക. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യരുത്. ഒത്തിരി സമയം എടുക്കുക. അവേഴ്സ് എടുക്കാം, ഡേയ്സ് എടുക്കാം, വീക്സ് എടുക്കാം, മന്ത്സ് എടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതൊരു അഡിക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പം ഈ ബ്രത്ത് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഫുൾ ബ്രത്ത് എന്ന് പറഞ്ഞാൽ ബെല്ലി ബ്രത്ത് പ്ലസ് ചെസ്റ്റ് ബ്രത്ത് ആണ് ഫുൾ ബ്രത്തിലൊക്കെ വരുന്നത്. ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ചിലവർ 10 ദിവസം കൊണ്ട് പഠിക്കും, ചിലവർ 5 ദിവസം കൊണ്ട് പഠിക്കും. ദ ലോങ്ങർ യു ടേക്ക്, എത്രയും നാൾ കൂടുതൽ എടുക്കുന്നോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന 3ാമത്തെ സ്റ്റെപ്പിൽ അത് അത്രയും നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം എൻജിനീയറിംഗ് ക്ലാസ്സിന് പോകുമ്പം 40 പേപ്പറേ ഉള്ളൂ. 40 പേപ്പർ വേണമെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എഴുതി എടുത്തു കഴിഞ്ഞാൽ അവനെ എൻജിനീയർ ആക്കാം. പക്ഷെ 4 കൊല്ലം അവൻ അവിടെ കോളേജിൽ കിടന്ന് സമരം, ക്യാൻറ്റീന്, അതുപോലെ പ്രേമം, അല്ലെങ്കിൽ HOD അടുത്ത് പോവുക, ഡിസ്മിസൽ കിട്ടുക, അല്ലെങ്കിൽ സസ്പെൻഷൻ, ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവർ കംപ്ലീറ്റ് പ്രോഡക്റ്റാണ്. അപ്പോൾ ടേക്ക് മോർ ടൈം. അതാണ് ഞാൻ പറയുന്ന ഒരു അഡ്വൈസ്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3ാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. 3ാമത്തെ സ്റ്റേജിൻ്റെ പേരാണ് ദ ശിവ ശക്തി യൂണിയൻ അല്ലെങ്കിൽ ദ സേക്രഡ് മാരേജ്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം നമുക്കിതിലേക്ക് പോകാം. അല്ലാതെ ഇന്ന് രാത്രി ഇതും കൂടെ ചെയ്ത് നോക്കാമെന്നുള്ള ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പലതും തോന്നും, അതെല്ലാം തെറ്റാണ്. അപ്പോൾ ഇത് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ശിവ പാർവതിക്ക് കൊടുക്കുന്ന അറിവിൻ്റെ പഴമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഗോഡ് ഹ്യൂമന് കൊടുക്കുന്ന നോളജാണ്. ദ സർപ്പൻറ്റ് ആഡമിന് കൊടുത്ത നോളജാണ്. ടു ബിക്കം ഗോഡ്, നമ്മൾ പലതും പറയുന്ന പോലെ ബിക്കം ഗോഡ്. ആ കൊടുത്ത നോളജ്, ആ കൊടുത്ത പഴം,
ആ പഴത്തിനെയാണ് നമ്മളിവിടെ വിഗ്യാൻ ഭൈരവ തന്ത്രയായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രാക്ടീസാണ്. സിറ്റ് സ്ട്രെയിറ്റ്, ലൈക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, ഐസ് ക്ലോസ്ഡ് ആയിട്ട് വെക്കുക. ഫോളോ യുവർ ഇൻസ്ട്രക്ഷൻ. ഓഫ് കോഴ്സ്, വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഐസ് ക്ലോസ് ആയിട്ട് വെക്കുക, സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. എന്ന് പറഞ്ഞാൽ ആ ചാനൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അല്ല നമ്മളിങ്ങനെ ഭയങ്കര വടിയായിട്ടൊന്നും ഇരിക്കണ്ട. നമ്മളുടെ ചാനൽ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ബോഡിയും മൈൻഡും നമ്മൾ തന്നെ വിശ്വസിക്കണം, ഐ എം ഗോയിങ് ടു റിസീവ് സം എനർജി. കാരണം ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നടക്കത്തില്ല. നമ്മൾ ഈ എനർജി റിസീവ് ആവാൻ വേണ്ടി റെഡി ആയിരിക്കണം. അതുകൊണ്ടാണ് സ്പൈൻ അടച്ചു വെക്കുന്നത്, ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് കണ്ണടച്ചു വെക്കുന്നത്. ഇതെല്ലാം സയൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഫുൾ ബ്രെത്തിൻ്റെ സൈക്കിള് തുടങ്ങാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആദ്യമേ വയറ് നിറയ്ക്കുന്ന സൈക്കിൾ വരും. അത് കഴിഞ്ഞ് ഒരു ബ്രെത്തിലാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞ് ചെസ്റ്റ് നിറയ്ക്കുന്ന സൈക്കിൾ വരും. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്യും, വിടും. എന്നിട്ട് ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ 2 കാര്യങ്ങളിലൂടെ, നേരത്തെ പഠിച്ച 3 സ്റ്റെപ്പില്ലേ, അതിൽ 2 കാര്യങ്ങളിലൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇൻഹെയിൽ ചെയ്യുമ്പോഴുള്ള സൗണ്ടും എക്സെയിൽ ചെയ്യുമ്പോൾ ഉള്ള സൗണ്ടും നമ്മൾ നോട്ടീസ് ചെയ്യും. നീ ഇപ്പോൾ ഒരു ഇൻഹലേഷൻ എടുത്തേ, ഇൻഹെയിൽ മാത്രം, ഒരു ഡീപ്പ് ഇൻഹെയിൽ. യെസ്, ഇവനിപ്പോൾ ചെയ്തു. ഇവൻ ചെയ്തതിനകത്ത് എക്സൈൽ ചെയ്തോട്ടോ, പിടിച്ചൊന്നും വെക്കണ്ട. ചെയ്തതിനകത്ത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ മൂക്കിലൂടെ നമ്മൾ വലിച്ചു കയറ്റും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇപ്പം മൂക്കിൽ കൂടെ എടുത്തപ്പോൾ ഇവൻ്റെ മൂക്ക് ഇങ്ങനായി. അത് ചെയ്യരുത്. ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് മാത്രമേ കാറ്റകത്തോട്ട് പോകാവൂ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വേറൊരു സൗണ്ടാണ്. സോ എന്ന് പറയുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ മൂക്കിൽ കൂടെ വലിച്ച് കയറ്റരുത്. അത് മൂക്കിൽ കൂടെ കാറ്റ് പോകുന്ന വിസിൽ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അതല്ല, നിങ്ങൾ അകത്തുനിന്ന്, വയറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇന്നറിൽ നിന്ന് നിങ്ങൾ ഇൻഹേൽ ചെയ്യുമ്പോൾ സോ എന്ന് പറയുന്നൊരു സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെയാണ് മൂക്കിൽ കൂടെ സ്ട്രെസ് ചെയ്യാതെ എക്സ്ഹെയിൽ ചെയ്യണം. എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹം എന്ന് പറയുന്നൊരു സൗണ്ടും കേൾക്കും. അതാണ് സോഹം. അല്ലാതെ നിങ്ങൾ മൂക്കിൽ കൂടെ വലിച്ചിട്ട് മൂക്കിൽ കൂടെ വിടുമ്പം കേൾക്കുന്നത് മൂക്കിൽ കൂടെ കേൾക്കുന്ന വിസിലാണ്. അതല്ല നമ്മൾ പറയുന്ന സൗണ്ട്. ആ സോഹം എന്ന് പറയുന്ന സാധനം കേൾക്കുന്നവരെ നിങ്ങൾ ബ്രെത്ത് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഏത് ബ്രെത്താണ്? നമ്മുടെ ഫുൾ ബ്രെത്ത്, ടമ്മി ചെസ്റ്റ്, അത് കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾ ഈ സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇത് അവിടെ ഓൾറെഡി ഉള്ള സൗണ്ടാണ്. അതിനെ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി 2ാമത്തെ പാർട്ട്, ഇതാണ് നമ്മുടെ ഹേർട്ട് ഓഫ് ദി പ്രോസസ്സ്. നമ്മൾ ഈ 2 എപ്പിസോഡും കൂടെ കമ്പയർ ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരൊറ്റ സ്ഥലത്തേക്കാണ്. കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്തോളൂ. ഇൻഹെയിൽ ചെയ്യുന്നു, എക്സ്ഹെയിൽ ചെയ്യുന്നു. ആഫ്റ്റർ എക്സ്ഹെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിട്ടതിന് ശേഷം അടുത്ത ബ്രെത്ത് ഉടനെ എടുത്ത് വലിച്ച് കയറ്റാൻ പാടില്ല. മനസ്സിലായോ? എപ്പോഴും എക്സ്ഹെയിലിൻ്റെ കാര്യമാണ്. ഇൻഹെയിൽ ചെയ്ത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതിനെ പറ്റി അല്ല പറയുന്നത്. ഇൻഹെയിൽ ചെയ്തു, എക്സ്ഹെയിൽ ചെയ്യുക. ഡീപ്പായിട്ട് എക്സ്ഹെയിൽ ചെയ്തിട്ട് അവിടെ ഒരു 2 സെക്കൻഡ് ഒരു പോസ് വരും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് വരും. നിങ്ങൾ അടുത്ത ബ്രെത്ത് എടുക്കാതിരുന്നാൽ മതി. അടുത്ത ബ്രെത്ത് എടുക്കുന്നതിനൊരു പോസ് കൊടുക്കുക. അത് മെക്കാനിക്കലി ചെയ്യേണ്ട, അത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അത് അവിടെ തന്നെ ഉണ്ട്. അത് നിങ്ങൾ നോട്ടീസ് ചെയ്യും. നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ബ്രെത്തും ഫുൾ ബെല്ലി, ചെസ്റ്റ്, ഇവൻ്റെ ബെല്ലി ഒന്നും വലുതൊന്നും ആവുന്നില്ല കേട്ടോ, അത് കറക്റ്റൊന്നുമല്ല. ഈ ബെല്ലിയും ചെസ്റ്റും എല്ലാം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എക്സൈൽ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പോസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്താൽ മാത്രം മതി. നോട്ടീസ് ചെയ്തിട്ട് അവിടെ ഒരു 1/2 സെക്കൻഡ് അല്ലെങ്കിൽ 1 സെക്കൻഡ് കിട്ടുമ്പോൾ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തോ, അവിടെ ഒന്ന് വെറുതെ ഒന്നിരുന്നോ. ഭയങ്കര രസമാണ്. എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ചെയ്യുകയും വേണ്ട, ബ്രീത്ത് എടുക്കുകയും വേണ്ട. അവിടെ ആ പോസ് വരുമ്പോൾ സിംപ്ലി അലോ ദ പോസ് ടു എക്സിസ്റ്റ്. മനസ്സിലായോ? ആ പോസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അവിടെ ഒരു 1 സെക്കൻഡ് വെറുതെ ഒന്ന് ഇരിക്കുക.
അവിടെ നമുക്ക് ഇരിക്കുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ഇൻഫൈനൈറ്റ് സ്പേസിൽ ഇരിക്കുന്ന പോലെ നമുക്കൊരു തോന്നൽ വരും. ഫുള്ളി നമ്മൾ എലോണാണ്. ഒരു കംപ്ലീറ്റ് സൈലൻസ്. ഒരു ബ്ലാക്ക് ഹോളിനകത്തൊക്കെ പോയി ഇരിക്കുന്ന പോലെ നമുക്ക് ചെവിയുന്നും നമുക്ക് എന്തൊക്കെയോ ഒരു വൈബ്രേഷൻസോ ഫീലിങ്സോ ഒക്കെ വരും. ഈ സൈലൻസ്, ഈ ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറയുന്ന പോലൊരു സൈലൻസ് എന്ന് പറയുന്ന ആ ഒരു സൈലൻസ് ആണ് ഇതിൻ്റെ സീക്രട്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സൈലൻസ് വരുമ്പോഴാണ് നമ്മളുടെ ഒരു സ്പെസിഫിക് ഇമേജ്, നമുക്ക് എന്താണോ വേണ്ടുന്നത് ആ സ്പെസിഫിക് ഇമേജ് നമ്മളുടെ മൈൻഡിലോട്ട് കൊണ്ടു കൊടുക്കുക. ആ ഒരു പോസിൽ അതൊരു ഗോളാവാം, അതൊരു ഔട്ട്കം ആവാം, അതൊരു മണി ആവാം, അതൊരു പേഴ്സൺ ആവാം, അത് എന്തും ആവാം. എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ഡെസ്റ്റിങ്ക്റ്റ് റിയൽ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. റിയൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യണം. നിങ്ങൾ ആ പോസിലെത്തി നിങ്ങൾ ആ സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിയാലിറ്റി കണ്ട് എനിക്കിത് കിട്ടിയല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷം വരണം. നിങ്ങൾക്ക് സന്തോഷം എന്ന് വേണേൽ കരയാം, ചിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത് റിയൽ ആയിരിക്കണം. അത് ഓൾറെഡി റിയൽ ആണ്. അത് ഇമാജിനേഷൻ അല്ല, അത് റിയൽ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. അത് റിയൽ അല്ല എന്ന് പറയാൻ നിങ്ങളുടെ ഗേറ്റ് കീപ്പർ ആ പോസിൽ വരത്തുമില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ എന്ത് ചെയ്ത് റിയലാന്ന് പറഞ്ഞാലും അത് റിയൽ അല്ല എന്ന് പറയാൻ ഒരു കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവും. പക്ഷേ ആ പോസ്, ആ എക്സൈൽ ചെയ്ത് നിങ്ങൾ ആ സ്പോട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ നമ്മളൊരു കാര്യം കൊടുത്താൽ അത് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയാൻ ഗേറ്റ് കീപ്പർ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അത് റിയൽ ആണെന്ന്. മനസ്സിലായോ? ഇമാജിൻ ചെയ്യരുത്. ഇമാജിനേഷൻ അല്ല, അത് റിയൽ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുക, ഉറപ്പിക്കുക. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഈ ഇമേജ് യൂണിവേഴ്സിലോട്ട് എസ്കേപ്പ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ സോഴ്സിലേക്ക് കണക്റ്റായി നിൽക്കുന്നത് നമ്മുടെ സുഷുമ്ന നാഡി സോഴ്സിലേക്ക് എനർജി അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് വിട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇമേജ് കൊടുക്കുവാണ്. ഈ ഒരു ഇമേജ് കൊടുക്കുമ്പോൾ നിങ്ങളിപ്പം ഒരു കാറാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ കാറിനകത്ത് നിങ്ങൾ ഇരിക്കുന്നതോ നിങ്ങൾ ഓടിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതോ അതൊക്കെ നിങ്ങൾ സ്വപ്നം കാണുക. ആ ഒരു ഇമേജ് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു നീല സ്കോഡ കാറാണ് സ്വപ്നത്തിൽ ഇമേജ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നാളെ റോഡിൽ കൂടെ ഒരു നീല സ്കോഡ കാർ പോകും. അതല്ല നമുക്ക് വേണ്ടുന്നത്. എനിക്ക് വേണം, എനിക്കാണ് സ്കോഡ. അപ്പോൾ ഇമേജിൽ ഞാനും വേണം, എങ്കിലേ യൂണിവേഴ്സിന് അത് തരാൻ പറ്റൂ. കാരണം സുഷുമ്നാ നാഡി ഓപ്പൺ ആയിട്ട് മുകളിലേക്ക് വിടുമ്പോൾ അത് നമ്മൾ റിയൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞ് വിടുന്ന സാധനം യൂണിവേഴ്സിന് അത് റിയൽ ആണ്. കാരണം യൂണിവേഴ്സിന് അത് ഡേറ്റ വെച്ച് തിരിച്ച് തന്നേ പറ്റൂ. അപ്പോൾ അതൊന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഇൻഹെയിൽ, സോ എന്ന് പറഞ്ഞ് ഇൻഹെയിൽ ചെയ്യുക. പറയണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് മൂക്കിൽ കൂടെ ഇൻഹെയിൽ ചെയ്യരുത്. ഹം എന്ന് എക്സെയിൽ വരിക. എക്സെയിലിന് ശേഷം പോസ് വരും. ആ പോസാണ് നിങ്ങളുടെ ഗേറ്റ് വേ. ആ പോസ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമേജ് അവിടെ വെച്ച് കൊടുക്കുക, നിങ്ങളത് കാണുക. അത് കഴിഞ്ഞിട്ട് ഇൻഹെയിൽ ചെയ്യുക. അപ്പോൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ആ ഇമേജിനെ കളഞ്ഞേക്കുക. പിന്നെ നിങ്ങൾ ഇമേജിനെ വിട്ടേക്കുക. ഇമേജ് നിങ്ങൾ തന്നെ ഉള്ളിലോട്ട് സിങ്കായി അങ്ങ് പൊക്കോളും. ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്ത് ഹമ്മിൻ്റെ അടിയിൽ വന്നിട്ട് പിന്നെയും ആ ഗ്യാപ്പ് വരുമ്പോൾ പിന്നെയും ആ ഇമേജ് വെക്കുക. ഈ ഡു ദിസ് എഗെയിൻ ആൻഡ് എഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻ ഔട്ട് സീഡ് വെക്കുക, ഇൻ ഔട്ട് സീഡ് വെക്കുക. നിങ്ങളുടെ ഇൻറ്റൻഷൻസ് ആ ഗേറ്റ് കീപ്പർ ഇല്ലാത്ത സമയത്ത് ഓരോ വട്ടവും ഗാർഡ് ചെയ്യാൻ ആളില്ലാത്തപ്പോൾ അങ്ങോട്ടേക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആ ഗ്യാപ്പിൽ വാട്ട് യു ബിലീവ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അവിടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനോ 5 എലമെൻറ്റ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ആളില്ല. നീ എന്ത് വിശ്വസിക്കുന്നോ അതാണ് അവിടുത്തെ സത്യം. ഇതാണ് ഹോൾ പ്രാക്ടീസ് ആയിട്ട് വിഗ്യാൻ ഭൈരവ തന്ത്ര പറയുന്നത്. ഇൻഹെയിൽ എക്സ്ഹെയിൽ, ഗ്യാപ്പിൽ വരുമ്പോൾ സീഡ് വെക്കുക, ഇൻഹെയിൽ എക്സ്ഹെയിൽ. ആ ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യാനുള്ള ടെക്നിക്സ് ഞാൻ പറഞ്ഞു തന്നു. ബെല്ലി ബ്രെത്ത്, ഫുൾ ബ്രെത്ത്, അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും, വളരെ ഈസി ആയിട്ട് തോന്നും. കാരണം വളരെ എളുപ്പമല്ല. ഇൻഹെയിൽ എക്സ്ഹെയിൽ സീഡ് വെക്കുക, ഇൻഹെയിൽ എക്സ്ഹെയിൽ സീഡ് വെക്കുക. ഇത് യഥാർത്ഥത്തിൽ വളരെ ഈസിയാണ്. പക്ഷേ ഇതിനകത്തൊരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് ഈസി ആയതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും.
അത് കഴിഞ്ഞിട്ട് ഇത് സീരീസ് ആയിട്ടങ്ങ് ചെയ്താൽ മതി. എല്ലാ സ്റ്റെപ്പും മാസ്റ്റർ ചെയ്യുക. ഒരു സ്റ്റെപ്പ് ഇടയ്ക്ക് വെച്ച് തെറ്റാണെങ്കിൽ, നിങ്ങളുടെ ഫുൾ ബ്രെത്ത് എടുക്കുന്നത് ശരിയല്ല എങ്കിൽ നിങ്ങളുടെ സുഷുമ്ന നാഡി ഓപ്പൺ ആവില്ല. ഓപ്പൺ ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സോ ഇത് ഈസി ആയതുകൊണ്ട് തെറ്റാൻ എളുപ്പം കൂടുതലാണ്. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ശിവ പാർവതിയോട് പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് ദിവസവും 111 ടൈംസ് 111 തവണ കോൺഷ്യസ് ആയിട്ട് പാർവതി നീ ബ്രീത്ത് എടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഒരു ദിവസം 1 മിനിറ്റിൽ നമ്മൾ എത്ര ബ്രീത്ത് എടുക്കും? ഏകദേശം 30 എണ്ണം എടുക്കും. അപ്പോൾ 30 അല്ല 40 എണ്ണം വരെ എടുക്കാം. അപ്പം 100 ബ്രെത്ത് എടുക്കാൻ വേണ്ടി നമുക്ക് 3-4 മിനിറ്റ് മതി. ശിവൻ ദ ഗോഡ് പാർവതിയോട് പറയാണ്, നീ ഒരു 4 മിനിറ്റ് കോൺഷ്യസ് ആയിട്ടൊന്ന് ബ്രീത്ത് ചെയ്യ് പെണ്ണേ, വേറെ ഒന്നും നീ ചെയ്യണ്ട, ഇത് ചെയ്താൽ മതി. കാരണം 4 മിനിറ്റ്സ് 5 മിനിറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിയാലിറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 111 വട്ടം നിങ്ങൾ ഈ 3 to 4 മിനിറ്റ്സ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ ഷിഫ്റ്റുകൾ ഉണ്ടായി തുടങ്ങും. ഇങ്ങനെയാണ് നമുക്ക് റിയാലിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എല്ലാ പഠനങ്ങളും കൊണ്ടുവരുന്നത്. നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ അഫർമേഷൻസ്, ഈ വിഷൻ ബോർഡൊക്കെ ആളുകൾ വരയ്ക്കും, ഡെയിലി ഡയറി റൈറ്റിങ്, ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിങ്, കിടക്കുന്നതിന് മുന്നേ വേറെ പ്രാന്ത് ചെയ്യുക, ഇതെല്ലാം ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വർക്ക് ആവത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇതൊന്നും വർക്ക് ആവാത്തത് എഫോർട്ട് ഇടാത്തത് കൊണ്ടൊന്നും അല്ല, ടൈമിംഗ് എന്ന് പറയുന്ന കാര്യമാണ്. ഗ്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു സമയമാണ് ഇതിൻ്റെ എല്ലാം. എന്ന് പറഞ്ഞാൽ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്നവരും എല്ലാം അച്ചീവ് ചെയ്യുന്നവരും സന്തോഷവും സുഖമായിട്ട് നടക്കുന്നവരെല്ലാം ഏറ്റവും കൂടുതൽ ഹാർഡായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരല്ല. ഏറ്റവും എന്താ പറയുന്നത്, മോസ്റ്റ് ആഗ്രഹം എത്തിപ്പെടാൻ ഏറ്റവും കൂടുതൽ ഡിസയർ ഉള്ളവരും അല്ല ഇത് ചെയ്യുന്നവർ. ഏറ്റവും കൂടുതൽ ബ്രീത്തേഴ്സും ഏറ്റവും യോഗിക്കായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരോ തന്ത്രം അറിയാവുന്നവരോ അല്ല ഇത് നേടിയെടുക്കുന്നവർ. ഇവരൊന്നുമല്ല ഇത് നേടിയെടുക്കുന്നവർ. ഈ നേടിയെടുക്കുന്നവരാരാന്ന് പറഞ്ഞാൽ, ഒരു വിഷൻ, ഒരു ഐഡിയ, ഒരു ഇമേജ് നമ്മൾ യൂണിവേഴ്സിലോട്ട് സെൻഡ് ചെയ്യുമ്പോൾ കോൺഷ്യസ് ആയിട്ട് സെൻഡ് ചെയ്താൽ അത് ഗേറ്റ് കീപ്പർ നശിപ്പിക്കും എന്ന് ബോധം അല്ലെങ്കിൽ അറിവ്, നോളജ് ഉള്ളവനാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം, those who believe they will get it for sure. അതെ, കറക്റ്റ്. എനിക്കത് കിട്ടിയെന്ന് ഉറപ്പുള്ളവനാണ്. ലൈക്ക് ലോട്ടറി എടുക്കുന്നതിന് മുന്നേ അടിച്ചു എന്ന് ഒരു ഡൗട്ടും ഇല്ലാത്തവര് ലോട്ടറി അടിക്കും. അങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗേറ്റ് കീപ്പർ ഇല്ലാത്ത സമയത്ത് ഇത് പ്ലേസ് ചെയ്യുന്ന അറിവുള്ളത്, ഞാനിപ്പം പറഞ്ഞ ഈ 2 പോഡ്കാസ്റ്റുകളും നിങ്ങൾക്ക് കണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എവിടെ വെക്കണം, എപ്പോൾ വെക്കണം. ഗേറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ക്രിട്ടിക് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് ഇല്ലാത്ത എപ്പോഴാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് മനസ്സിലാക്കിയാൽ, നമ്മളുടെ കോൺഷ്യസ് മൈൻഡാണ് ഇവിടുത്തെ വില്ലൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും രീതികളും കാര്യങ്ങളും എല്ലാം മാറും. സെയിം ഐഡിയ, സെയിം വിഷൻ, സെയിം ഇമേജ് നമ്മൾ കോൺഷ്യസ് അല്ലാത്തപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഐഡിയ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ അവിടെ കോൺഷ്യസ് മൈൻഡ് ഇല്ല. നമ്മളുടെ ഒരു കാര്യത്തിലും അവൻ ഇടപെടാൻ വരത്തില്ല. സിംപ്ലി അത് സോഴ്സ്. കാരണം സുഷുമ്ന നാഡി ഓപ്പണായിട്ട് ഇരിക്കുമ്പോഴാണ്, 1ാമത്തെയോ 2ാമത്തെയോ ബ്രെത്തിലല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഈ ചാനൽ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ഈ ഐഡിയ കൊടുത്താൽ നേരെ സോഴ്സിലോട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഇത് സാധനം തെറിച്ചങ്ങ് പൊക്കോളും. എന്ന് വെച്ചാൽ അടഞ്ഞ് കിടക്കുന്ന ഡോറിൽ എത്ര ബഹളം വെച്ചിട്ടും കാര്യമില്ല, എത്ര PP അടിച്ചാലും ഹോൺ അടിച്ചാലും കാര്യമില്ല. പക്ഷേ അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചെറിയൊരു ഹോൾ അവിടെ കണ്ടെങ്കിൽ ആ ഹോളിൻ്റെ അവിടെ പോയി നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി, നിങ്ങളുടെ മെസ്സേജ് അപ്പുറത്തേക്ക് പോകും. അതാണ് ഇതിൻ്റെ ഉള്ളടക്കം. എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്ലിയർ സീഡ് നിങ്ങൾ ആ ഗ്യാപ്പിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ പ്ലേസ് ചെയ്യുന്ന ഇമേജിൽ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നു, നിങ്ങൾക്ക് സന്തോഷം വരുന്നു. അത് റിയാലിറ്റിയിൽ എന്തോരം റിയൽ ആവാൻ പറ്റുമോ അത്രയും റിയലായിട്ട് നിങ്ങൾ അത് പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ യൂണിവേഴ്സിന് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. കാരണം യൂണിവേഴ്സ് ആ ഒരു സെക്കൻഡ് നടക്കുന്നത്, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് റിയലായിട്ടാണ്. മനസ്സിലായോ?
ഞാനൊരു നീല കാറുമായിട്ട് നിൽക്കുന്ന ഒരു സാധനം ഞാൻ റിയാലിറ്റിയിൽ കണ്ടു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ അത് നീല കാറുമായിട്ട് പപ്പു നിൽക്കുന്നു എന്നെങ്കിലും ആ സാധനം നമുക്കത് തിരിച്ചു വരും. കാരണം അത് യൂണിവേഴ്സിൽ ആ ഡേറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ 3 രീതിയിലാണിത് പറയുന്നത്. ദ ബ്രത്ത് ആ ഗേറ്റ് കീപ്പറിനെ ശാന്തനാക്കി ഒന്ന് തളർത്തി വെക്കും. ദ പോസിലെത്തുമ്പോൾ ഗേറ്റ് കീപ്പർ മൊത്തത്തിൽ ഇല്ലാതാവും. 3-മത്തെയാണ് ദ സീഡ്, ഗോഡ് എൻ്റർ ചെയ്യുന്ന സമയമാണ് അത്. അപ്പം ഇതാണ് മെക്കാനിസം. ദ ബ്രത്ത്, ദ പോസ്, ദ സീഡ്. എവ്രിതിങ് ഇൻ അവർ ട്രഡീഷൻ, നമ്മുടെ എല്ലാ ട്രഡീഷനിലും നമ്മളുടെ ഗോഡ്സ്, നമ്മളുടെ സ്റ്റോറീസ്, നീ കേട്ടിട്ടില്ലേ ഈ ശിവനും പാർവതിയും തമ്മിലുള്ള കഥ, സേക്രഡ് മാരേജിനെ പറ്റി, അർദ്ധനാരീശ്വരൻ്റെ കഥ, അർദ്ധനാരിയെ പറ്റിയുള്ള കുറേ കഥകൾ, ഈ യൂണിയനെ പറ്റി കാര്യങ്ങളെല്ലാം പറയുന്നത്. ഈ ട്രഡീഷനും നോളജും എല്ലാം ഈ സാധനങ്ങൾ അലൈവായിട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഈ നോളജ് പാസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ശിവൻ കൈലാസത്തിൻ്റെ മണ്ടേ പോയി പാർവതിയെ പിടിച്ച് മടിയിലിരുത്തി ഈ കഥ പറയുന്നു എന്നൊന്നും അല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കഥകൾ സർവൈവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നും വിഗ്യാൻ ഭൈരവ തന്ത്രയും ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സും 20,000 വർഷത്തിന് ശേഷം ഇവിടെ വന്നത്. ഒരിക്കലും ഈ മാനിഫെസ്റ്റേഷൻ ഇടനാടി പിങ്കളനാടി എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതി വെച്ചാൽ ഇവിടെ എത്തത്തില്ല. അതൊരു കഥയുടെ രൂപത്തിലൂടെ ആയതുകൊണ്ടും ആ കഥ മരിക്കുന്നതിന് മുന്നേ അവരുടെ അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്ന ആളുകൾ നമ്മളുടെ കൾച്ചറിൽ ഉണ്ടായതുകൊണ്ടും നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ആ ബുക്കുകൾ വായിച്ച് വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ നോളജ് സർവൈവ് ആയിട്ട് എനിക്ക് ഇന്ന് ഇത് കിട്ടുന്നതും എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതും. മനസ്സിലായോ? അതുപോലെ നിങ്ങൾക്ക് ഒരു ചെറിയ റിയാലിറ്റി ചെക്ക് കൂടെ പറഞ്ഞിട്ട് നമുക്ക് എപ്പിസോഡ് വൈൻഡ് ചെയ്യാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ക്വിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. ഫസ്റ്റ് വീക്കിൽ നിങ്ങളുടെ നീല BMW വരുമോ എന്നല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് വീക്ക് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ലീപ്പ് ഡീപ്പൻ ആവുന്നത് മനസ്സിലാവും. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറയുന്നത് മനസ്സിലാവും. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആങ്സൈറ്റി, നിങ്ങളുടെ ആവശ്യമില്ലാത്ത ടെൻഷൻ, നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ബാഡ് ആവുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഇല്ലാതാവുന്നത് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മളുടെ രാവിലെ എണീക്കുമ്പോൾ പുതിയ ഫീലിങ്സ് ആയിട്ട് എണീക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഒരു കുഞ്ഞ് രാവിലെ എക്സൈറ്റഡ് ആയിട്ട് എണീക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടി നമ്മൾ എണീക്കുന്നത് മനസ്സിലാവും. അതുപോലെ തന്നെ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നേച്ചർ എനർജി നിങ്ങൾ അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങൾ റോഡിൽ കൂടെ മനസ്സിൽ പോവുകയാണെങ്കിൽ രാവിലെ ബസ്സിൽ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആകെ ബസ്, ഓഫീസ്, ബോസിൻ്റെ മുഖം. പക്ഷെ നിങ്ങൾ ഇത് കഴിഞ്ഞ് ചെയ്ത് തുടങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ കാറ്റടിക്കുന്നത് ശ്രദ്ധിക്കും, നിങ്ങൾ കിളികൾ കരയുന്നത് ശ്രദ്ധിക്കും, എയിലേക്കൂടെങ്കിലും വെള്ളം പോകുന്നത് ശ്രദ്ധിക്കും, നമ്മൾ നടക്കുമ്പോൾ ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന സമയം ശ്രദ്ധിക്കും, പൊടികൾ, ഇലകൾ ഉണ്ടാക്കുന്ന സൗണ്ട്, എവിടെയൊക്കെ നേച്ചറിലെ എനർജി സർക്കുലേറ്റ് ചെയ്യുന്നോ ആ ചാനൽസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സുഷുമ്ന നാഡി, നമ്മുടെ സോഴ്സിലോട്ട് കണക്റ്റ് ആവുന്ന 100 വയറുകളിൽ ഒന്ന് എവിടേക്കോ കണക്റ്റായി തുടങ്ങി. യു ആർ കണക്റ്റിംഗ് ടു ദ സോഴ്സ് എന്നാണ് അതിനർത്ഥം. ഒരു 3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇന്നർ കാര്യങ്ങൾ മാത്രമല്ല ഔട്ടർ കാര്യങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട് എന്ന് മനസ്സിലാവും. ചെറിയ എക്സാമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരാളെ പറ്റി ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ അന്ന് വൈകിട്ട് അവരുടെ നിന്ന് ഒരു ടെക്സ്റ്റ് വരും. അല്ലെങ്കിൽ വേറൊരു കാര്യം ഒരാൾ അവൻ ഇന്നുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ അവൻ്റെ നിന്ന് ഒരു കോള് വരും. ലൈക്ക് വെരി റാൻഡമായിട്ട് ഇത് സംഭവിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളിത് പറഞ്ഞിട്ട് ഇത് സംഭവിക്കുന്നതാണോ അതോ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നേരത്തെ അറിയുന്നതാണോ എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. പക്ഷേ ഇത് ഇൻ്റർട്വൈൻഡ് ആവും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ 1 മാസമൊക്കെ കഴിയുമ്പോൾ ഒരിക്കലും ഇത് കോയിൻസിഡൻസ് ആണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ ചാനൽ റൈസ് ചെയ്യും തോറും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യും, കൂടുതൽ പാറ്റേൺസ് നോട്ടീസ് ചെയ്യും. നോട്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വെറുതെ നോട്ടീസ് ചെയ്ത് ഇത് കോയിൻസിഡൻസ് ആണെന്ന് വിചാരിച്ച് കളയരുത്. നോട്ടീസ് ചെയ്യുന്ന പാറ്റേൺസ്, നിങ്ങളുടെ നാഡീസ് നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക, ഡിസിഷൻസ് അത് ബേസ് ചെയ്തെടുക്കുക. അല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ പറയുന്നതനുസരിച്ചോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നതനുസരിച്ചോ ഡിസിഷൻസ് എടുക്കാതെ നിങ്ങളുടെ
മാനിഫെസ്റ്റേഷൻ പവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ബോഡിയും ബ്രെയിനും നാഡിയും എല്ലാം പറയുന്ന കാര്യം എന്താണോ അതനുസരിച്ച് ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ ഒരു 40 days, ഒരു 2 months ഒക്കെ കഴിയുമ്പോഴത്തേക്കും വേൾഡ് ഔട്ട്സൈഡിൽ ചേഞ്ചസ് ഉണ്ടായി തുടങ്ങും. പീപ്പിൾ നമ്മളെ കാണുന്നതും ഗ്രീറ്റ് ചെയ്യുന്നതും റെസ്പോണ്ട് ചെയ്യുന്നതിനകത്തും വ്യത്യാസം വരും. നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് പുതിയത് വന്ന് തുടങ്ങും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഒരാൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വരുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നേരത്തെ പറയുന്ന പോലെ നിങ്ങൾ നേച്ചറിൽ കിളി കരയുന്നതും ഇല അനങ്ങുന്നതും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ സട്ടിലായിട്ട് ഹൺഡ്രഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും സാധനങ്ങളും നമ്മളുടെ മെക്കാനിസവും നമ്മളുടെ ബോഡിയും എല്ലാം തയ്യാറെടുക്കും. അപ്പം ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഇൻറ്റൻഷൻസ് വളരെ പ്യുവറാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇതെല്ലാം നടക്കുമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പ്രോമിസ് ചെയ്യില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ കാമായിട്ടുള്ളൊരു നെർവസ് സിസ്റ്റവും വളരെ ക്വയറ്റായിട്ട് അടക്കി ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു ഇന്നർ കോൺഷ്യസ് മൈൻഡും, ഒരു മൈൻഡിൽ വരുന്ന സീഡ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്ന ഒരു തോന്നൽ, എൻ്റെ വിശ്വാസം റിയൽ ആണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കരുത്തും നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ വേൾഡ് ഇൻസൈഡും ഔട്ട്സൈഡും ചേഞ്ച് വന്നിരിക്കും. മനസ്സിലായോ? അത് ആദ്യം ഇൻസൈഡിൽ ചേഞ്ചസ് ഉണ്ടാവും, ഔട്ട്സൈഡിലെ ചേഞ്ചസ് പതുക്കെ വരും. അപ്പോൾ കീപ് ദ പ്രാക്ടീസ്. നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, എന്താ പറയുക, ഡെക്കേഡുകൾ 20-30 വർഷം ഓടാതെ കിടന്നൊരു സിസ്റ്റത്തിനെ എടുത്ത് നിങ്ങൾ റീട്യൂൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. വളരെ പാടായിരിക്കും. പെട്ടെന്ന് സ്റ്റാർട്ടാവണമെന്നില്ല. സ്റ്റാർട്ടായാലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലൂസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ വിഷ് യു ഗുഡ് ലക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ലോകം മുഴുവൻ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂട്ടനൈസ് ചെയ്യുക, കോൺഷ്യസ് മൈൻഡ് ഉപയോഗിക്കുക അവിടെ. പക്ഷേ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് അറിയാവുന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡ് ബൈ ചെയ്യുക, അത് വെച്ച് ആക്ട് ചെയ്യുക. ഈ ഫൈനൽ എപ്പിസോഡിൻ്റെ ഫൈനൽ പോർഷൻ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. കേട്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങളെ എല്ലാവരും എന്താ പറയുക, ഇതിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. കമൻറ്റ് ചെയ്യാതിരിക്കരുത്, ഹൈപ്പ് ചെയ്യാതിരിക്കരുത്. ഇഷ്ടപ്പെട്ടവർക്ക് സെൻഡ് ചെയ്ത് ചെയ്യാതെ ഞങ്ങളുടെ GPay നമ്പർ ഇതാണ് 80733. കോഴ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇത് നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് വാങ്ങിക്കാം. പക്ഷേ സ്ത്രീ പോഡ്കാസ്റ്റ് ഫ്രീ കിട്ടും. യെസ്. അപ്പോൾ ഇത് നിങ്ങളെ ഉപകാരപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഹൈപ്പ് നമ്മൾ ഹൈപ്പ് ചെയ്യാനും നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനും ഡെഫിനറ്റ്ലി നമ്മൾ പറയുന്നത് ഇത് ഒത്തിരി പേരിൽ എത്തുന്നുണ്ട്, ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് പേഴ്സണൽ DMs വരുന്നത് നമ്മളത് സ്ക്രീൻഷോട്ട് കാണിക്കാത്തതാണ്. കാരണം ചിലതൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. സ്റ്റോറീസ് അവരയക്കും അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് വി ആർ നോട്ട് ഗോണ സ്റ്റോപ്പ് ദിസ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ജയ് ഭാരത്.